Hello dear students, good afternoon all. So, നമ്മൾ ഇന്ന് ഫിസിക്സിന്റെ നമ്മുടെ നീറ്റിന്റെ ക്ലാസ്സിൽ ഫിസിക്സിന്റെ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഓൾറെഡി പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്, നിങ്ങൾക്കറിയാം. നമ്മുടെ AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതുപോലെ തന്നെ റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്. ഓക്കെ, ഇങ്ങനെ മൊത്തം നമ്മൾ 3 ചാപ്റ്റേഴ്സ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസിലും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കള് കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ 1 by 1 ആയി ഓരോ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്യും, സോൾവ് ചെയ്യും. നിങ്ങൾ ആ ഒരു സ്പീഡിലേക്ക് എത്തുകയും വേണം കേട്ടോ. ഓക്കെ, സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുൻപ് പിന്നെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ AC എടുക്കും, അതുപോലെ തന്നെ റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നമ്മൾ ഡുവൽ നേച്ചർ, അതായത് നാളെ ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക്സും EM വേവ്സും. ഇങ്ങനെ നമ്മൾ അതിന്റെ ടൈം ഷെഡ്യൂൾ ആക്കിയത്, അതിന്റെ ടൈം ടേബിൾ ഇട്ടത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം മക്കളെ, ശ്രദ്ധിക്കണം. ലിസൺ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഇൻ എൻ AC സർക്യൂട്ട്, ഒരു AC സർക്യൂട്ടിൽ IRMS and I0 are related as, മക്കളെ IRMS എന്ന് പറഞ്ഞാൽ RMS കറണ്ട് ആണ് അല്ലെ. I0 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ I0 അല്ലെങ്കിൽ നമ്മൾ IM എന്നും പറയാറുണ്ട്. IM മാക്സിമം കറണ്ട് ആണ്, പീക്ക് കറണ്ട് ആണ്. സോ പീക്ക് കറണ്ട് അല്ലെങ്കിൽ മാക്സിമം കറണ്ടും RMS കറണ്ടും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചതുമാണ്. സോ ലിസൺ, ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ഇവർ തമ്മിലുള്ള റിലേഷൻ IRMS എന്ന് പറഞ്ഞാൽ എന്താ, I max divided by √2 ആണ് വരിക, ശരിയല്ലേ. സോ IRMS equal to I0 by എന്താ, √2. സോ ആൻസർ ഈസ് സിമ്പിൾ, D is the right answer. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നൗ ലിസൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. VRMS ആണെങ്കിലും VM by അല്ലെങ്കിൽ V0 by √2 വരിക അല്ലെ, നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് L, ഒരു കോയിൽ ഉണ്ട്, അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ്. ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ ബൾബ് B. ഓക്കെ, അപ്പൊ ഒരു കോയില് L സെൽഫ് ഇൻഡക്റ്റൻസ് ഉള്ള ഒരു കോയില് ഒരു ബൾബുമായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ആൻഡ് എൻ AC സോഴ്സ്, B ബൾബുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഒരു AC സോഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ മക്കളെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ബ്രൈറ്റ്നസ് ഓഫ് ദി ബൾബ് ഡിക്രീസസ് വെൻ. ഓക്കെ, അപ്പൊ ഇവിടെ ബൾബ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, കത്തുന്നുണ്ട്. റെഡി അല്ലേ? സോ ലിസൺ, ബൾബ് ഇവിടെ കത്തുന്നുണ്ട്, ബൾബ് കത്തുന്നുണ്ട്. ഓക്കെ, ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ബ്രൈറ്റ്നസ് ഓഫ് ബൾബ് ഡിക്രീസസ് വെൻ, എപ്പോഴാണ് ഈ ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറയുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എപ്പോഴാണ് ബ്രൈറ്റ്നസ് കുറയുക? അപ്പൊ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഓപ്ഷൻസ് വായിക്കണം. ഓക്കെ, ഈ ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറയണമെങ്കിൽ ഈ ബൾബിന്റെ പവർ, വർക്കിംഗ് പവർ കുറയണം. ഈ ബൾബിന്റെ വർക്കിംഗ് പവർ കുറയണമെങ്കിൽ ഈ ബൾബിലൂടെ ഒഴുകുന്ന കറണ്ട് കുറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ഈ സർക്യൂട്ടിലെ കറണ്ട് കുറയണം. ക്ലിയർ ആയല്ലോ മക്കളെ? ഇത് ഇത് DC അല്ല, ഇത് AC സോഴ്സ് ആണ്, AC സോഴ്സ് ആണ്. ഓക്കെ, സോ കറണ്ട്, ഈ സർക്യൂട്ടിലെ കറണ്ട് കുറഞ്ഞാലേ ബൾബിന്റെ പവർ കുറയൂ, ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറയൂ. കറണ്ട് കുറയണമെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് കൂടണം. ബിക്കോസ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് ആണ് വരിക. റെഡി? സോ I കുറയണമെങ്കിൽ Z കൂടണം. അപ്പൊ Z ഏത് കേസിലാ കൂടുന്നത് നോക്കിയാൽ മതി. Z പറഞ്ഞാൽ എന്താ മക്കളെ, Z is equal to root of Z is equal to R square plus XL minus XC the whole square അല്ലേ. അപ്പൊ Z എന്ത് ചെയ്യണം മക്കളെ, കൂടണം. Z കൂടണമെങ്കിൽ ഈ ടേംസ് കൂടണം. ഓക്കെ, സോ നമുക്ക് വായിച്ചു നോക്കാം. A capacitance of reactance XL equal to XL
X equal to XL is included in the same circuit. അതായത് ഒരു കപ്പാസിറ്ററും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുക. എക്സെല്ലിന് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് ഈക്വൽ ആയിട്ട് വരുന്ന അത്രയും എമൗണ്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ഇതിനെ കണക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രോബ്ലം ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് സ്വാഭാവികമായിട്ടും റെസണൻസ് കണ്ടീഷനിലാവൂല്ലേ. അങ്ങനെ ഇത് റെസണൻസ് കണ്ടീഷനിൽ ആയി കഴിഞ്ഞാൽ, റെസണൻസ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കറണ്ട് മാക്സിമം ആകും. കാരണം എന്താ? Z മിനിമം ആകുന്നത് കൊണ്ട്. അപ്പൊ Z മിനിമം ആകും. Z മിനിമം ആയി കഴിഞ്ഞാൽ കറണ്ട് മാക്സിമം ആകും. ഓക്കെ, പക്ഷെ കറണ്ട് മാക്സിമം ആവല്ല വേണ്ടി, നമുക്ക് കറണ്ട് മിനിമം ആവാൻ വേണ്ടി അല്ലേ. ഇപ്പൊ കറണ്ട് കുറയണം. കറണ്ട് കുറയണമെങ്കിൽ Z എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ Z കൂടാൻ ഇത് പറ്റില്ല. ഓക്കെ, റെസണൻസ് ആയിട്ട് കാര്യമല്ല. രണ്ടാമത്തെ, an iron rod is inserted in the coil. നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? ഒരു അയൺ കോർ എന്ത് ചെയ്യുക? ഒരു കോർ മെറ്റീരിയൽ എന്ത് ചെയ്യുക? ഈ കോയിലിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ കോയിലിന്റെ ഉള്ളിലേക്ക് ഒരു അയൺ കോർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്കറിയാം. എൽ വാല്യൂ എന്താ മക്കളെ? μ0 n² AL. ഞാൻ ഇതിലേക്ക് കുറെ ഇൻപുട്ടുകൾ ആഡ് ചെയ്യാം കേട്ടോ. ആൻസർ പെട്ടെന്ന് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. സോ ഇത് നോക്കിയേ, ഒരു കോർ മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ μ0 μr n² AL എന്നാവും. സോ സ്വാഭാവികമായിട്ടും L കൂടും. L കൂടുമ്പം L കൂടും. L എന്ന് പറഞ്ഞാൽ XL ആണ്. XL കൂടും. XL കൂടുമ്പോൾ Z കൂടും. Z കൂടുമ്പോൾ I കുറയും. ഓക്കെ, സോ നമുക്ക് പറയാം എന്താ? ഈ ആൻസർ കറക്റ്റ് ആണ്. ബി ഓപ്ഷൻ റൈറ്റ് ആണ്. ഇനി സി നോക്കിയേ, ഫ്രീക്വൻസി ഓഫ് AC സോഴ്സ് ഈസ് ഡിക്രീസ്ഡ്. AC സോഴ്സ്, അതായത് AC സോഴ്സിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുക? കുറക്കുക. ഫ്രീക്വൻസി കുറക്കുന്ന സമയത്ത് ന്യൂ എന്ത് ചെയ്യുക മക്കളെ? കുറക്കുക. ഫ്രീക്വൻസി കുറക്കുന്ന സമയത്ത് ഒമേഗ കുറയും. ഒമേഗ കുറയുമ്പോൾ L കുറയും. L കുറയാന്ന് പറഞ്ഞാൽ എന്താ? XL കുറയാ. XL കുറഞ്ഞാൽ ഇംപെഡൻസ് കുറഞ്ഞു. ഇംപെഡൻസ് കുറഞ്ഞാൽ എന്തായി? Z കുറഞ്ഞു. Z കുറഞ്ഞാൽ എന്തായി? I കൂടും. അപ്പൊ എന്താ? ഇത് പറ്റൂല, സി പറ്റില്ല. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ റെഡ്യൂസ് ചെയ്യുക. ഇവിടുത്തെ ടേൺസിന്റെ എണ്ണം കുറഞ്ഞാൽ N കുറയും. N കുറഞ്ഞാൽ L കുറയും. L കുറഞ്ഞാൽ L കുറഞ്ഞാൽ L കുറയും. L കുറഞ്ഞാൽ XL കുറയും. അപ്പൊ കറണ്ട് കൂടുക ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നും പറ്റില്ല. അപ്പൊ ഏതേ മക്കളെ പറ്റുള്ളൂ? കറണ്ട് കുറയണമെങ്കിൽ Z കൂടണം. Z കൂടണമെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയോ മക്കളെ? യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ നമ്മൾ അയൺ കോർ ഇൻസേർട്ട് ചെയ്യുക. ആൻസർ ഈസ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ മക്കളെ? സെറ്റ് അല്ലേ? യെസ് ഓർ നോ? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. സോ ഇതിന്റെ ആൻസർ ഒരു സംശയം വേണ്ട. ആൻസർ ഈസ് ബി. റൈറ്റ് ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. A small signal voltage V of t is equal to V0 sin omega t is applied across an ideal capacitor. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഐഡിയൽ കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിലേക്ക് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യാണ്. ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യാണ്. AC വോൾട്ട് അല്ലേ. സോ V of t is equal to എന്താ മക്കളെ? V0 sin omega t ആണ്. V0 sin omega t. ഓക്കെ, ഇനി ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? അക്രോസ്. ഓക്കെ, ഇങ്ങനെ ഒരു വോൾട്ടേജ് കൊടുത്തു ഒരു കപ്പാസിറ്ററിന് അക്രോസ്. കപ്പാസിറ്റൻസ് C ആണ്. എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത് നോക്കി. കറണ്ട് I of t ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ്. ഓക്കെ, അത് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്ന I of t വോൾട്ടേജുമായിട്ട് ഇൻ ഫേസിലാണ്. അല്ലല്ലോ, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് അല്ല. നമുക്കറിയാം പ്യുവർ എന്താണ്? കപ്പാസിറ്റി സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. നമുക്കറിയാം അല്ലെ? അപ്പൊ അത് തെറ്റാണ്. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലല്ല. രണ്ടാമത്തെ കാര്യം, കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 180 ഡിഗ്രി. തെറ്റാണ്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 അല്ല, 90 ആണ്. അത് കറണ്ട് I ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. തെറ്റാണ്. എന്താ കാരണം? നമ്മുടെ കപ്പാസിറ്റർ കറണ്ട് ആരെ കേസിലാണ് ലാഗ് ചെയ്യുക? ഇൻഡക്ടർ ആകുന്ന കേസിലാണ് കറണ്ട് ലാഗ് ചെയ്യുക, വോൾട്ടേജ് ലീഡ് ചെയ്യുക. എന്നാൽ കപ്പാസിറ്റർ ആകുന്ന സമയത്ത് കറണ്ട് എന്താ ചെയ്യുക മക്കളെ? കറണ്ട് ലീഡ് ചെയ്യുക. ഇൻഡക്ടർ ആവുന്ന സമയത്ത് കറണ്ട് ലാഗ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ആകുന്ന സമയത്ത് കറണ്ട് എന്ത് ചെയ്യും മക്കളെ? ലീഡ് ചെയ്യും. സോ ഇവിടെ കറണ്ട് ലാഗ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ അതും തെറ്റാണ്. ഓക്കെ, പല കുട്ടികളും ഈ ഓപ്ഷൻ കുത്തും വേഗം ബൈ 90 ഡിഗ്രി കാണുമ്പോൾ. ശ്രദ്ധിക്കുക, കപ്പാസിറ്റർ ആയതുകൊണ്ട് കറണ്ട് ലാഗിങ് ബൈ 90 ഡിഗ്രി വരിക അല്ലെ. സോറി, ലാഗ് അല്ല, കറണ്ട് ലീഡ്സ് ബൈ 90 ഡിഗ്രി വരിക. ഓക്കെ, സോ ലിസൺ, അടുത്ത് നോക്കിയേ. ഓവർ എ ഫുൾ സൈക്കിൾ, ഒരു ഫുൾ സൈക്കിളിൽ കപ്പാസിറ്റർ C ഡസ് നോട്ട് കൺസ്യൂം എനി എനർജി ഫ്രം ദ വോൾട്ടേജ് സോഴ്സ്. കറക്റ്റ് ആണ്. എന്തുകൊണ്ട്?
നമുക്കറിയാം ഒരു സർക്യൂട്ടിൽ, ഒരു AC സർക്യൂട്ടിൽ റെസിസ്റ്റർ ഇല്ല എങ്കിൽ ഇവിടെ റെസിസ്റ്റർ ഇല്ല. കാരണം നമ്മൾ കണക്റ്റിംഗ് വയേഴ്സിന്റെ റെസിസ്റ്റൻസ് 0 ആയിട്ടാണ് ഐഡിയലി നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത് ശരിക്കും പ്യൂർലി കപ്പാസിറ്റീവ് എന്താണ് സർക്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ്, ഒരു സർക്യൂട്ടിൽ പവർ കൺസംഷൻ ഉണ്ടാകണമെങ്കിൽ there should be presence of resistor. അപ്പോൾ RC സർക്യൂട്ട് അല്ലെങ്കിൽ LR സർക്യൂട്ട് അല്ലെങ്കിൽ LCR സർക്യൂട്ട്, ഈ സർക്യൂട്ടിലൊക്കെ പവർ കൺസംഷൻ ഉണ്ടാകും. എന്നാൽ പ്യൂർലി കപ്പാസിറ്റീവോ പ്യൂർലി ഇൻഡക്റ്റീവോ അല്ലെങ്കിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും വരുന്ന LC സർക്യൂട്ടോ ആണെങ്കിൽ അവിടെ ഒന്നും എന്തില്ല, ഈ 3 സ്ഥലത്തും എന്തില്ല, പവർ കൺസംഷൻ ഉണ്ടാവില്ല. സോ ആൻസർ എന്താണ്? ഒരു സൈക്കിളിലെ പവർ എന്തായിരിക്കും? 0. ഓവർ എ ഫുൾ സൈക്കിൾ ദ കപ്പാസിറ്റർ C does not consume any energy from the voltage source. പവർ 0 ആണ്. അങ്ങനെ പറഞ്ഞാൽ എനർജി കൺസ്യൂം ചെയ്യില്ല. സോ our answer is D. Dog is the right answer. Fourth option is the correct answer. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ we can move on to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിക്കാം. A circuit when connected to an AC source of 12 voltage gives a current of 0.2 ampere. Okay, ഒരു സർക്യൂട്ട് ഉണ്ട്, അത് ഒരു AC സർക്യൂട്ട്, ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാണ്. അങ്ങനെ 12 വോൾട്ട് AC സോഴ്സുമായി കണക്ട് ചെയ്തപ്പോൾ ആ സർക്യൂട്ടിൽ നമുക്ക് 0.2 ആംപിയർ കറണ്ട് കിട്ടി. ഓക്കെ, the same circuit when connected to a DC source. ഓക്കെ, അപ്പോൾ ഈ 12 വോൾട്ട് നമ്മൾ DC സോഴ്സുമായിട്ട് കണക്ട് ആക്കി, ഇത് AC ആണ്. DC സോഴ്സുമായി കണക്ട് ആക്കിയപ്പോൾ നമുക്ക് എത്ര കറണ്ടാ മക്കളെ കിട്ടിയത്? 0.4 ആംപിയർ കറണ്ടാണ് കിട്ടിയത്. നൗ ദ സർക്യൂട്ട് ഈസ്, അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ട് എന്ത് സർക്യൂട്ട് ആണ്? ശ്രദ്ധിക്കുക. ഓക്കെ, ആ സർക്യൂട്ട് എന്ത് സർക്യൂട്ടാ? അത് സീരീസ് LR ആണോ, RC ആണോ, LC ആണോ, LCR ആണോ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ലോജിക്കലി ആൻസറിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ? ശ്രദ്ധിക്കാം. നമ്മൾ AC DC ആക്കിയ സമയത്ത് കറണ്ട് കൂടി, ഇതിലേക്ക് വന്നപ്പോൾ കറണ്ട് കൂടി. ഓക്കെ, കറണ്ട് കൂടി. അപ്പൊ AC കൊടുത്ത സമയത്ത് കറണ്ട് കുറവാ, DC-യിലേക്ക് വന്നപ്പോൾ കറണ്ട് കൂടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കറണ്ട് കൂടണമെന്നുണ്ടെങ്കിൽ Z കുറയണം, ഇംപിഡൻസ് കുറയണം. ഓക്കെ, ഇംപിഡൻസിൽ ആരെല്ലാമാണുള്ളത്? ഇംപിഡൻസിൽ റെസിസ്റ്റൻസ് R ഉണ്ട്, അതുപോലെ XL-ഉം XC-യും ഉണ്ട് ഇംപിഡൻസിൽ. ഓക്കെ, LCR ആണെങ്കിൽ, ഇനി LR ആണെങ്കിൽ R² XL-ഉം ഉണ്ടാവുള്ളൂ, R² പ്ലസ് XL². ഇനി പിന്നെ RC ആണെങ്കിൽ R² XC² ഉണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, now listen, ഇനി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് മോഡിലേക്ക് വന്ന സമയത്ത് അവിടെ കറണ്ട് എന്താ മക്കളെ? കൂടണം. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ Z എന്ത് ചെയ്യണടാ? കുറയണം. Z കുറയണം. ഓക്കെ, അപ്പൊ Z കുറയണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, DC സോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ DC സോഴ്സ്, ഇതാ DC സോഴ്സ്. DC സോഴ്സ് EMF-ൽ വേരിയേഷൻ ഇല്ല. അപ്പൊ DC സോഴ്സിന്റെ ഫ്രീക്വൻസി എത്രയാ മക്കളെ നമ്മൾ പറയലേ? DC സോഴ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിലുള്ള ഓസിലേഷന്റെ എണ്ണം. സോ ഒരു സെക്കൻഡിലൂടെ ഓസിലേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി വിൽ ബി 0. അപ്പൊ DC സോഴ്സിൽ ഫ്രീക്വൻസി 0 ആണ്. ന്യൂ 0 ആയതുകൊണ്ട് ഒമേഗ 0 ആണ്. ഒമേഗ 0 ആയതുകൊണ്ട് XL എടുക്കുകയാണെങ്കിൽ XL എന്ത് വരും? 0 വരും. അതുപോലെ XC എന്താ മക്കളെ? ടെൻസ് ടു ഇൻഫിനിറ്റി വരിക അല്ലെ? XC എന്താകും? ഇൻഫിനിറ്റി. കാരണം XC പറഞ്ഞാൽ 1/C ഒമേഗയാണ്. സോ 0 താഴെ വരുമ്പോൾ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇവിടെ XC എന്തായിരിക്കും? ഇവിടെ 0 ആണ്. അപ്പൊ ഇൻഡക്ടൻസ് എന്താ? 0 ആണ് DC-യിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ നമ്മൾ DC ആക്കുന്ന സമയത്ത് അവിടെ ഫ്രീക്വൻസി 0 ആയതുകൊണ്ട് അവിടെ കപ്പാസിറ്റർ ഉണ്ട് എങ്കിൽ അവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുകയാണെങ്കിൽ അത് Z-നെ കൂട്ടാൻ വേണ്ടി നോക്കും. ശരിയല്ലേ? അതേസമയം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയാണ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുന്ന സമയത്ത് അത് Z-നെ കുറക്കാൻ വേണ്ടി ശ്രമിക്കും. ശരിയല്ലേ? അപ്പൊ ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ Z വാല്യൂ എന്താ ചെയ്യുന്നത്? Z വാല്യൂ കുറയാണ് വേണ്ടത്. അപ്പൊ Z വാല്യൂ കുറയണമെങ്കിൽ ആ സർക്യൂട്ടിൽ റെസിസ്റ്ററിന്റെ കൂടെ ആരുണ്ടായാ മതി? ഇൻഡക്ടർ ഉണ്ടായാൽ മതി. അപ്പൊ ആ സർക്യൂട്ടിൽ റെസിസ്റ്ററും വേണം, ഇൻഡക്ടറും വേണം. സോ LR സർക്യൂട്ടാ. അപ്പൊ LCR ആയിക്കൂടെ? LCR ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല.
LCR ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് DC-യിലേക്ക് വരുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുള്ളൂ, കൂടുള്ളൂ. ചില സമയത്ത് കറണ്ട് കുറയുന്ന കേസും ഉണ്ടാകും. ഓക്കെ, അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ കറണ്ട് എന്ത് ചെയ്യും, കുറയും. ഇനി കപ്പാസിറ്റി റിയാക്ടൻസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ LCR ആ സമയത്ത് എന്താ ചെയ്യുക, മീൻസ് കറണ്ട് കുറയാണ് ചെയ്യുക. അപ്പോൾ രണ്ടുമാകാം. എന്നാൽ ഒരു സർക്യൂട്ട് ആണ് എല്ലാ സർക്യൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് AC-ന്ന് DC-യിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താ മക്കളെ, Z വാല്യൂ കുറയും. കാരണം DC ആകുന്ന സമയത്ത് XL വാല്യൂ ഇല്ലാണ്ടാകും. XL വാല്യൂ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണ്, ω0 ആകും. ω0 ആവാനുള്ള കാരണം എന്താണ്, ഫ്രീക്വൻസി 0 ആണ്. ഫ്രീക്വൻസി 0 ആയതുകൊണ്ട് ω0 ആയതുകൊണ്ട് XL 0 ആയതുകൊണ്ട് എന്താണ്, Z കുറഞ്ഞു. Z എന്തിന് ഈക്വലായി, റെസിസ്റ്റൻസിന് ഈക്വലായി. യു ഗോട്ട് ഇറ്റ്. അപ്പൊ നമുക്ക് പറയാം എന്ത്, ഇവിടെ ഇത് ഏത് സർക്യൂട്ടാണ്, ഈ സർക്യൂട്ട് ഏതാണ്, LR സർക്യൂട്ടാ, ഒരു സംശയവും വേണ്ട. ക്ലിയർ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തന്നേ ഉള്ളൂ. കാര്യം വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ആൻസർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. LR ആണ്. LCR എന്തുകൊണ്ട് വേണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. Okay, now listen, next. The potential differences across the resistance, capacitance and inductance. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 80 ആണ്. ഓക്കെ, ഓർഡറിൽ എടുക്കുക. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 40 ആണ്. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 100 വോൾട്ട് ആണ് റെസ്പെക്റ്റീവ്ലി ഇൻ an LCR circuit. The power factor of this circuit. What is the expression for power factor? That is cos phi. Cos phi ന്റെ വാല്യൂ കാണണം. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ട്രയാങ്കിൾ വരക്കുക. This is VR. ഇത് VR. Okay. This one is VL minus VC. And this will be the resultant voltage V. And കറണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാവല് അല്ലെ, കാരണം റെസിസ്റ്ററും കറണ്ടും ഇൻ ഫേസ് ആകണല്ലോ എന്തായാലും. സോ അവർ ഇൻ ഫേസ് ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നെറ്റ് വോൾട്ടേജ് ഇതാണ്, കറണ്ട് ഇതാണ്. അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണല്ലോ ഫൈ എന്ന് പറഞ്ഞാല്. ക്ലിയർ. അപ്പൊ അതിന്റെ കോസ് ആണല്ലോ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാല്. സോ കോസ് ഫൈ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ മക്കളെ എന്താ മക്കളെ, കോസ് ഫൈ is equal to adjacent side by hypotenuse. adjacent side പറഞ്ഞ VR ആണ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL minus VC the whole square, that is equal to, what is the value of VR? Resistor across the voltage 80 ആണ്. So 80 divided by what is VR square, root of 80 square plus what is VL minus VC. VL 40 ആണ്, sorry VC 40 ആണ്, VL എത്രയാണ് 100. So 100 minus 40 60. ഓക്കെ, ആ ഡിഫറൻസ് എടുക്കാന്നുള്ള വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറിന്റെ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക. സോ 40യും 160 ഉണ്ടാവും. സോ 60 സ്ക്വയർ. ഓക്കെ, നൗ ദാറ്റ് ഈസ് സോൾവ് ചെയ്യുമ്പോൾ 64 മറ്റേ 36 ഉണ്ടാവും അല്ലേ. സോ മക്കൾ എന്താ ആൻസർ ഉണ്ടാവുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 64 20 36 20. ഓക്കെ, സോ എത്ര മക്കൾ ആൻസർ വരിക, 10,000 ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ബൈ റൂട്ട് ഓഫ് 10,000, റൂട്ട് ഓഫ് 10 1 2 3. സോ പുറത്തേക്ക് വരുമ്പോൾ 100 ഉണ്ടാവും അല്ലേ. സോ ആൻസർ ഈസ് 80 ബൈ 100. സോ ഇറ്റ്സ് വാല്യൂ 0.8. സോ കോസ് ഫൈ എന്ന് ഫൈ കാണേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫൈ കാണണം, ഫേസ് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ. എന്നാൽ ചോദിച്ചത് എന്താ, പവർ ഫാക്ടറാ ചോദിച്ചു. പവർ ഫാക്ടർ പറഞ്ഞാൽ കോസ് ഓഫ് ഫേസ് ഡിഫറൻസ് ആ വരിക. VRMS IRMS cos phi is power factor. So answer is yes. 0.8 is the right answer. Simple question. ഇതൊക്കെ ചോദിച്ചതാ കേട്ടോ, 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A transistor oscillator using a resonance circuit with an inductor L and a capacitor C in series produces oscillations of frequency F. Resistance ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ.
if L is doubled, inductance double ആക്കി, self inductance double ആക്കി, and C is changed to 4C. okay, അപ്പോൾ inductance double ആക്കി, capacitance 4 times ആക്കി, then frequency will be. അപ്പോൾ ഒരു LC സർക്യൂട്ടാ, ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ, ടാങ്ക് സർക്യൂട്ട്, LC സർക്യൂട്ട് ഉണ്ടാവും, നമുക്കറിയാം അല്ലേ. സോ ഒരു ഇൻഡക്ടറും ഉണ്ടാകും, ഒരു കപ്പാസിറ്ററും ഉണ്ടാവും. ഇതാണ് LC സർക്യൂട്ട് ഓർ ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ ആണ്. നൗ ലിസൺ, അവിടെ ഇൻഡക്ടർ ഇൻഡക്റ്റൻസ് L ആണ്, കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് C ആണ്. ഇവിടെ ഇതിന്റെ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി നമുക്കറിയാം, LC സർക്യൂട്ടിൽ ഫ്രീക്വൻസി എന്താ മക്കളെ വരിക? ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/2π√LC ആണ് വരിക, നമുക്കറിയുന്ന കാര്യമാണ്. ഓക്കെ, നൗ ഇനി എന്താണ് ഇവിടെ ചെറിയ മാറ്റം വരുത്താൻ പോവാണ്. അതായത് ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻഡക്റ്റൻസ് ഡബിൾ ആക്കും, കപ്പാസിറ്റൻസ് 4 ടൈംസ് ആക്കും, then what will be its new frequency? That is f dash is equal to 1/2π√LC ക്ക് 2L വരും into C ക്ക് 4C വരും. ഓക്കെ, സോ ഇത് ചെയ്യുന്ന സമയത്ത് that is equal to 1/2π√ ഇവിടെ നമുക്ക് 4 ആക്കി പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. എന്തായാലും ഞാൻ 1/2π√LC എഴുതി into √8 എന്ന് എഴുതാം. സോ ഇത് ശരിക്കും എന്താ, നമ്മൾ പഴയ ഫ്രീക്വൻസി f ആണ്. സോ f/√8 ഈസ് ദ ന്യൂ ഫ്രീക്വൻസി. f/√8 ഉണ്ടോ? ഇല്ല. √8നെ മാറ്റാം. √8 2√2 ആണ് വരിക. ഓക്കെ, 2 × 4 പുറത്ത് വരുമ്പോൾ 2√2. സോ f/2√2. സോ ആൻസർ ഈസ് D is the right answer. Okay, D, f/2√2 is the right answer. So 2006 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് ചോദിക്കുന്നത് അല്ലേ. എപ്പോഴും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. ഓക്കെ, കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ കുറച്ചെങ്കിലും ടഫായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. നോക്ക്, നെക്സ്റ്റ് ട്രാൻസ്ഫോമറിന്റെ കേസ് എന്നാണ്. നമ്മൾ എല്ലാ ഏരിയാസിനും ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്. സോ ട്രാൻസ്ഫോമറിന്റെ കേസ് നിന്ന്, ട്രാൻസ്ഫോമർ ഹാവിംഗ് എഫിഷ്യൻസി ഓഫ് 90%. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമറിന് എത്ര എഫിഷ്യൻസി ഉണ്ട് മക്കളെ? 90% എഫിഷ്യൻസി ഉണ്ട്. നെക്സ്റ്റ്, ഈസ് വർക്കിംഗ് ഓൺ 200 വോൾട്ട്. 200 വോൾട്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈമറി വോൾട്ടേജ് ആണ് 200 വോൾട്ട്. ഓക്കെ, ആൻഡ് 3 കിലോവാട്ട് പവർ സപ്ലൈ. അപ്പൊ അത് വർക്ക് ചെയ്യുന്നത് 3 കിലോവാട്ട് പവർ സപ്ലൈയിലും 200 വോൾട്ടിലും എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ ആണ് കവി ഉദ്ദേശിച്ചത്. ഇൻപുട്ട് പവർ 3000 വാട്ട്സ് ആണ്. 3000 വാട്ട്സ്, 3000 വാട്ട്സ്. നൗ if the current in the secondary coil is 6 amperes, so I secondary is 6 amps, then the voltage across the secondary coil കാണണം, and current in the primary coil. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണണം. സോ ലിസൺ, പ്രൈമറി പവർ നമുക്കറിയാം, പ്രൈമറി വോൾട്ടേജ് നമുക്കറിയാം. അപ്പൊ എങ്ങനെ മക്കളെ അവിടുന്ന് നമ്മൾ പ്രൈമറി കറണ്ട് കാണാം? പ്രൈമറി പവർ ഇസ് ഈക്വൽ ടു പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട് ആണ് വരിക. From here, what is primary current? Primary current is equal to primary power, that is 3000 divided by primary voltage is 200. So 200 and zeros cancel. Answer is 15 amps. 15 ampere ആണ് കറണ്ട്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. 1, 2, 3 ഓപ്ഷൻസിൽ ഏതും ആവാം. 15 കിട്ടി. ഇനി അടുത്ത കാര്യം, അടുത്ത നീക്കം നമുക്ക് എന്താ മക്കളെ? നെക്സ്റ്റ് നമുക്ക് എന്ത് കാണണം? നമുക്ക് അടുത്ത് കാണേണ്ടത് സെക്കൻഡറി വോൾട്ടേജ് കാണണം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് മക്കൾ, ശ്രദ്ധിക്കുക. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, ഇൻപുട്ട് പവർ. ഫ്രം ഹിയർ ഔട്ട്പുട്ട് പവറിലാണ് എന്തുണ്ടാവല്? സെക്കൻഡറി വോൾട്ടേജും സെക്കൻഡറി കറണ്ടും ഉണ്ടാവല്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട് ഡിവൈഡഡ് ബൈ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട് എന്ന് എഴുതി. ഓക്കെ, ഫ്രം ഹിയർ സെക്കൻഡറി വോൾട്ടേജ് എന്താ മക്കളെ വരിക? ദാറ്റ് ഈസ് സെക്കൻഡറി വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു VP IP by IS എന്നുണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു VS അല്ലേ കാണുന്നത്? ഓക്കെ, സോ എഫിഷ്യൻസി ഈസ് 90%. സോ പെർസെൻറ്റേജ് നമ്പറിലേക്ക് മാറ്റുമ്പോൾ 0.9 ഇൻറ്റു വാട്ട് ഈസ് VP? പ്രൈമറി വോൾട്ടേജ് 200 ഇൻറ്റു IP 15 ഡിവൈഡഡ് ബൈ IS. ഓക്കെ, IS ഈസ് 6. ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ടാക്കി 3.3 എന്ന് വരും. ഓക്കെ, ഇത് 2 എന്ന് വരും. ഓക്കെ, ഇത് കട്ട് ഇത് 100 ആയി. ഓക്കെ, 100 എന്ന് പറയുമ്പോൾ 3 × 0.3 × 100 30 × 50 ഉണ്ടാവും അല്ലേ? 30 × 15 is 450. So our answer is 450
15 ampere. ഇതാണ് നമ്മുടെ ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. ശ്രദ്ധിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ AC കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കാം. A series LCR circuit is connected to a source of AC current. Okay, LCR circuit ആണ് AC യിൽ കണക്ട് ചെയ്തു. At resonance, the phase difference between the applied voltage and current in the circuit is at resonance. The phase difference between applied voltage and the current in the circuit is. ഒരു LCR സർക്യൂട്ട് റെസൊണൻസിലായി കഴിഞ്ഞാൽ അവിടെ പിന്നെ കപ്പാസിറ്ററിന്റെ എഫക്റ്റ് ഇൻഡക്ടർ ഇല്ലാണ്ടാക്കും. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും അല്ലേ? ഒരു LCR സർക്യൂട്ട് റെസൊണൻസിലായി കഴിഞ്ഞാൽ ആ സർക്യൂട്ട് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഇംപെഡൻസ് മിനിമം ആകും, അത് Rന് ഈക്വൽ ആകും, അവിടെ കറണ്ട് മാക്സിമം ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും സെയിം ആകും. അങ്ങനെ ഒരുപാട് ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജിന് ഈക്വൽ ആകും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് LCR സർക്യൂട്ടിൽ നമ്മൾ പറയുന്നുണ്ട് റെസൊണൻസ് കണ്ടീഷനിൽ. ഓക്കെ, എനിവേ, അപ്പൊ എന്താ അറ്റ് റെസൊണൻസ് ആയി കഴിഞ്ഞാൽ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താ? 0. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്? ദാറ്റ് ഈസ് 0. ആൻസർ ഒരു സംശയവും വേണ്ട, B ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ മക്കളെ? റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഒക്കെ പ്രീവിയസ് ഇയർ ചോദിക്കുന്ന മക്കളെ, എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഫ്രം റേ ഒപ്റ്റിക്സ്. An object is placed at a distance of 40 centimeters from a concave mirror. അപ്പോൾ വേഗം കോൺകേവ് മിറർ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. ലിസൺ, ഒരു കോൺകേവ് മിറർ, ഇതാണ് കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിന്റെ മുൻപിൽ 40 സെന്റിമീറ്റർ അകലത്തിൽ ഒബ്ജക്റ്റ് വെച്ചു. സോ U ഈസ് -40 സെന്റിമീറ്റർ. പിന്നെ എന്താ വേണ്ടി നിങ്ങൾക്ക്? ഫോക്കൽ ലെങ്ത് 15 ആണ്. സോ F നെഗറ്റീവ് ആണ് വരിക. കോൺകേവ് മിറർ ആണ്, സോ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ് വരിക. -15 സെന്റിമീറ്റർ എന്ന് വരും. നെക്സ്റ്റ്, if the object is displaced through a distance of 20 centimeter towards the mirror. അപ്പം ഒബ്ജക്റ്റ് ശരിക്കും 40 മീറ്റർ അകലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ നമ്മൾ എന്ത് ചെയ്യാണ്? പതുക്കെ മിററിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കാണ്. എത്ര? 20 മൂവ് ചെയ്യിക്കും. ഇവിടെ എത്തി. ഓക്കെ, ഇനി ഒബ്ജക്റ്റിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 സെന്റിമീറ്റർ ആയി അല്ലേ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 20 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിച്ചാൽ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഇമേജ് വിൽ ബി. അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഇമേജിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും? അപ്പൊ സിമ്പിൾ. അപ്പൊ ആദ്യം ഇവിടെ നിൽക്കുമ്പോഴുള്ള ഇമേജിന്റെ ലൊക്കേഷൻ കാണാം, പിന്നെ ഇവിടെ നിൽക്കുമ്പോഴുള്ള ഇമേജ് ലൊക്കേഷൻ കാണാം. നമുക്ക് കാണാം, വളരെ എളുപ്പത്തിൽ കാണാം. സോ ഫസ്റ്റ് കേസ് ഇതാണ്. സെക്കൻഡ് കേസിൽ U ഈസ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ വരിക. -20 വരിക. F എത്രയാ മക്കളെ വരിക? -15 സെന്റിമീറ്റർ വരിക അല്ലെ? ഈ രണ്ട് കേസിലും ഇമേജിന്റെ ലൊക്കേഷൻ നോക്കുക, അവർ തമ്മിൽ അകലം നോക്കിയാൽ മതി. ഓക്കെ, അതായിരിക്കും ഇമേജിന്റെ ഡിസ്പ്ലേസ്മെന്റ്. സോ ഹിയർ 1/f is equal to 1/u plus 1/v. From here 1/v is equal to 1/f minus 1/u is equal to, okay, that is equal to f എത്രയാ? 15. എന്ത് 15? -15. So 1/-15 minus 1/u is -40. This minus plus I, that is equal to എന്താ മക്കളെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 40 -15 by -15 into 40 വരും. That is equal to 40 minus 15, that is 25 divided by -15 into 40. 5 കട്ട് ചെയ്തിട്ട് 3 ആയി. സോ ഇത് കട്ട് 8 ആയി. സോ -1/24. -1/24 എന്ത്? 1/v. സോ v is equal to -24 സെന്റിമീറ്റർ. മൈനസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 24 സെന്റിമീറ്റർ അകലത്തിൽ കിട്ടി ഫസ്റ്റ് ഇമേജ്. ഇനി രണ്ടാമത്തെ ഇവന്റെ ഇമേജോ? അവന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, 1/v is equal to 1/f minus 1/u is equal to, f is -15, so 1/-15 minus 1/u is -20. ഇത് പ്ലസ് ആകും. that is equal to 20 minus 15 divided by -15 into 20, that is equal to 5 divided by -15 into 20. ഇത് പോയി 3 ആയി. 3 into 20 60. So 1/v 1/60 minus എന്താകും? v is equal to -60. ഓക്കെ, സോ ലിസൺ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇമേജ് ഇവിടെ 24 ഫസ്റ്റ് ഇമേജ്, -60 അടുത്ത ഇമേജ്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? രണ്ടുകൂടി സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 60 20 പോയാൽ 40, 40 4 പോയാൽ 36 ആ കിട്ടുക. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ശ്രദ്ധിക്കാം.
അപ്പൊ ആദ്യം ഇമേജ് അടുത്തായിരുന്നു, ഇപ്പൊ ഇമേജ് അകലത്തിലായി, ഒരുപാട് അകലേക്ക് പോയി. അപ്പൊ ഇമേജ് എങ്ങോട്ടാ പോയത്? അകലേക്കാണ്, മിററിന് അകന്നുപോയി. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് അകന്നുപോയി. ഓക്കെ, 36 ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ആൻസർ നോക്കണം. സോ ആൻസർ ഈസ് 30 30 ഉണ്ട്, 36. അപ്പൊ 36 ആണ് ആൻസർ. ഓക്കെ, 36 എവേ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഇമേജ് ഈസ് എവേ ഫ്രം ദ മിറർ ഉണ്ട്, പിന്നെ ടുവാർഡ്സ് ദ മിറർ ഉണ്ട്. ഇമേജ് അടുക്കല്ല ചെയ്ത്, ഇമേജ് അകലെയാണ് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാം, ആൻസർ ഈസ് 36 സെന്റിമീറ്റർ, 36 സെന്റിമീറ്റർ എവേ ഫ്രം ദ മിറർ. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, നീറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ കോവിഡിന്റെ മുൻപ് ചോദിച്ച ക്വസ്റ്റ്യനാ, അതുപോലും സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, 2001 ചോദിച്ച ക്വസ്റ്റ്യൻ. എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എയർ, ഒരു റേ എയറിലൂടെ ട്രാവൽ ചെയ്യാണ്. ഓക്കെ, ഹാവ് വേവ് ലെങ്ത് ലാംഡ, വേവ് ലെങ്ത് ലാംഡയാണ്, ഫ്രീക്വൻസി n, വെലോസിറ്റി v, ഇന്റൻസിറ്റി i. If this ray enters into water, then these parameters are lambda dash, n dash, v dash and i dash respectively. Which relation is correct from the following? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ ഒരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ചെയ്യാതിരിക്കുക? അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറൂലേ? മാറും. അതിൻ്റെ വെലോസിറ്റി മാറൂലേ? മാറും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ ലൈറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഓക്കെ, പോട്ടെ. അതിൻ്റെ വെലോസിറ്റി മാറൂലേ? മാറും. വെലോസിറ്റി മാറാൻ കാരണക്കാരൻ ആരാണ്? വേവ് ലെങ്ത് ആണ്, ഫ്രീക്വൻസി അല്ല. അപ്പോൾ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആവില്ല, അതിൻ്റെ വേവ് ലെങ്ത് ആണ് ചേഞ്ച് ആവുക. വേവ് ലെങ്ത് ചേഞ്ച് ആകുന്നത് കൊണ്ടാണ് അതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റം വരുന്നത്, ഇന്റൻസിറ്റിയിൽ ചേഞ്ച് വരും. ഓക്കെ, അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും ചേഞ്ച് ആകും, പക്ഷേ ആര് ചേഞ്ച് ആവില്ല? ഫ്രീക്വൻസി മാറില്ല. ഇവിടെ ഫ്രീക്വൻസി n വെച്ചാ കാണിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ മക്കളെ ആൻസർ? ഏതാ ചേഞ്ച് മീൻസ് ഏത് റിലേഷനാ കറക്റ്റ് ആവുക? മുൻപ് അത് ഏത് ഫസ്റ്റ് ഏതാ? എയറിലെ ഫ്രീക്വൻസിയും പിന്നെ വാട്ടറിലെ ഫ്രീക്വൻസിയും സെയിം ആണ്. സോ ആൻസർ ഈസ് n is equal to n dash. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇങ്ങോട്ട് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് കേട്ടോ. പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, സോ ലിസൺ, നിങ്ങളുടെ വിലപ്പെട്ട സമയം, നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ വിലപ്പെട്ട ടൈമാണിത്. ഈ ടൈമിൽ നിങ്ങൾ 1 മിനിറ്റ് കിട്ടിയാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. അങ്ങനെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കുറഞ്ഞ ദിവസമേ നമുക്ക് ബാക്കിയുള്ളൂ. ആ ഒരു ബാക്കിയുള്ള ദിവസത്തിൽ ഒന്ന് അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായി ഒന്ന് മെമ്മറൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻസ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഒന്ന് സെറ്റാക്കി, ഒന്ന് വൃത്തിയാക്കി, ഒരു ചെറിയ ഒരു നോട്ട് പാഡിൽ ഫിസിക്സിന് ഒന്ന്, കെമിസ്ട്രിക്ക് ഒന്ന്, ബയോളജിക്ക് ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ക്രാക്ക് ആവുന്ന ഒരു സംഭവമാണ്. ഒരു പേടികൾ പേടിക്കേണ്ട. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സോ ലിസൺ, ഒപ്റ്റിക്കൽ ഫൈബർ ആർ ബേസ്ഡ് ഓൺ ഡാഷ്. ഒന്ന്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സിമ്പിൾ, ഒന്നും പറയാനില്ലടാ. TIR അല്ലേ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ശ്രദ്ധിക്കുക, ആൻസർ ഈസ്, ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ്, a small source of light is 4 meters below the surface of water. Okay, ഒരു സ്മോൾ സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ശ്രദ്ധിക്കുക, ആ ലൈറ്റ് ഇത് വാട്ടറിന്റെ എബവ് സർഫസ്, ഇത് ബിലോ സർഫസ് ആണ്. സോ എ സ്മോൾ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് 4 meters ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ. സോ 4 മീറ്റർ താഴ്ചയിലാണ് എന്തുള്ളത്? ഒരു സ്മോൾ സോഴ്സ് ഓഫ് ലൈറ്റ്. ഇത് ലൈറ്റ് സോഴ്സ് ആണ്. ഓക്കെ, ഓഫ് വാട്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5/3. സോ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5/3 ആണ് വെള്ളത്തിന്റെ എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആയിക്കോട്ടെ, എന്താ ഇനി? ഇൻ ഓർഡർ ടു കട്ട് ഓഫ് ഓൾ ദ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് വാട്ടർ സർഫസ്. സോ ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ ലൈറ്റിനെയും എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അതായത് ഈ വാട്ടർ സർഫസിന്റെ മുകളിലേക്ക് ഇവിടെ ലൈറ്റ് കത്തിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് വരും. ആ വരുന്ന ലൈറ്റിനെ ഈ വാട്ടർ സർഫസിന്റെ മുകളിലേക്ക് ലൈറ്റ് പോവരുത്, എല്ലാ ലൈറ്റിനെയും കട്ട് ചെയ്യണം. ഓക്കെ, സോ ഇൻ ഓർഡർ ടു കട്ട് ഓഫ് ഓൾ ദ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് വാട്ടർ സർഫസ്, മിനിമം ഡയമീറ്റർ ഓഫ് ദി ഡിസ്ക് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ഈസ്. അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കേണ്ട ഒരു ഡിസ്ക് വെക്കുകയാണെങ്കിൽ ആ ഡിസ്കിന്റെ ഡയമീറ്റർ എത്രയാകണം എന്നതാണ് ക്വസ്റ്റ്യൻ. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ശരിക്കും ഇവിടെ എന്താ അറിയോ, വലിയ സാധനമൊന്നും വെക്കണ്ട, ഒരു ചെറിയ ഡിസ്ക് വെച്ചാൽ മതി. ഓക്കെ, എന്താ കാരണം?
ഇവിടുന്ന് ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നൊരു ലൈറ്റ്, ഓക്കെ. ഇത് ശരിക്കും ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ആ ലൈറ്റ് കടക്കാൻ നോക്കുന്നത് അല്ലെ, ഫ്രം വാട്ടർ ടു എയർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങനെ ഇനി കുറച്ച് ലൈറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇവിടെ ഒക്കെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ ലൈറ്റ് അങ്ങോട്ട് പോകും തോറും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വരിക. അപ്പൊ ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും, ലൈറ്റ് ഇങ്ങനെ പോകുന്നൊരു കേസ് ഉണ്ടാവും അല്ലേ. അത് എങ്ങനെ ഇതിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി പോകുന്ന കേസ്, അത് ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. ആ ആംഗിളിനേക്കാൾ കൂടിയ പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ മക്കളെ, പിന്നെ അങ്ങോട്ടേക്ക് ലൈറ്റ് ഒക്കെ തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരും, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പം ഇവിടം വരെ, അതായത് ആ 90 ഡിഗ്രിയിൽ പോകുന്ന ആ ഒരു സ്ഥലം, ഈ സ്ഥലം, ഓക്കെ, അവിടം വരെയുള്ള ലൈറ്റ്സ് എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടും. ഓക്കെ, അപ്പൊ അത് മാത്രം നമ്മൾ മൂടിക്കളഞ്ഞാൽ മതി. ബാക്കി അതിന്റെ അങ്ങോട്ടേക്കുള്ള ലൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, താഴേക്ക് തിരിച്ചു വന്നോളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ മാത്രം നമ്മൾ മൂടിക്കഴിഞ്ഞാൽ ലൈറ്റ് ഒട്ടും എന്ത് ചെയ്യില്ല, മുകളിലേക്ക് കടക്കില്ല. അതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് മക്കളെ. സോ ലിസൺ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ വരക്കാണ്. ഇത് ടോപ്പ് സർഫസ്, ഇത് ബോട്ടം സർഫസ്. നൗ ഇതാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ്. അങ്ങനെ ഈ ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഇവിടെ തട്ടി അതേ അതിപ്പോ നമ്മൾ ലൈൻ വരക്കുകയാണെങ്കിൽ അതേ ആംഗിളിൽ ഇങ്ങനെയും പോകുന്ന ലൈറ്റ് ഉണ്ടാവും, ശരിയല്ലേ? സെയിം ആംഗിൾ, ഈ ആംഗിൾ തന്നെ ഈ ആംഗിൾ. ഓക്കെ, അങ്ങനെ ഈ ലൈറ്റ് ഇവിടുന്ന് എന്ത് ചെയ്യടാ, ആ ലൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഈ ലൈറ്റോ ഇവിടെ തട്ടി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ടോപ്പിലാണ് എന്ത് വെക്കേണ്ടത്, ഒരു ഡിസ്ക് വെക്കേണ്ടത്. അപ്പൊ അതിന്റെ ഡയമീറ്റർ ചോദിച്ചത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഈ ആംഗിളും ഞാൻ വരച്ചത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, രണ്ട് ആംഗിളും സെയിം ആണ്. ഓക്കെ, സോ ലിസൺ. അപ്പൊ ഇവിടെ നമ്മൾ മക്കളെ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് പോലും ചെയ്ത് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ അറിയാത്തൊരു കുട്ടിക്ക് പോലും ഈസി ആയി ചെയ്യാം, ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് 4 മീറ്റർ, ഇത് 4 മീറ്റർ ആണ്. ഇത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ആ എക്സ് ആണ്, ആ എക്സ് അല്ല 2x ആണ് കാണുന്നത്, ഡയമീറ്റർ ആ കാണുന്നത്. ഓക്കെ, സോ അത് എക്സും ഇത് 4ഉം ആണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, ഈ ലൈൻ അല്ലേ. ഓക്കെ, എന്തോ ആവട്ടെ, ഈ ആംഗിൾ അല്ലേ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആണ്. സോ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഐ, ഓക്കെ, സൈൻ ഐ ബൈ സൈൻ 90 വേണ്ട. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. സോ 1 ബൈ ഇവിടുത്തെ എത്രയാണ് മക്കളെ, 5/3 ആണ്. സോ 5/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. സോ സൈൻ ഐ 3/5 ആ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഐ ആണെങ്കിൽ ഈ ആംഗിളും എന്താ, ഐ ആ. അപ്പൊ അവിടുന്ന് സൈൻ എടുത്താൽ എന്താ കിട്ടുക, സൈൻ എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്. അപ്പൊ എന്താ മക്കളെ, സൈൻ എടുത്താൽ എന്താ കിട്ടുക, എക്സ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് ഓഫ് 4 square plus 5 square. So we got എന്ത്, x by this is equal to 3/5. So മൊത്തം സ്ക്വയർ ചെയ്യുക, ഇത് മൊത്തം സ്ക്വയർ ചെയ്യുമ്പോൾ 9/25 is equal to x square by 4 square plus 5 square. Sorry, 4 square plus 5 square അല്ല, സോറി, x square ആണ്, x square. ഓക്കെ, x square ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മക്കളെ വരിക, പറ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 9 into the 4 cos 16 plus 9 into x square. Okay, 9 into x square is equal to 25x square. 25x square. Now ഈ 9x square അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 25 minus 9 is 16. So 16x square is equal to 9 into 16. 16 cancel. So x square is 9, x is 3. x 3 ആണെങ്കിൽ diameter എത്ര വരിക മക്കളെ, 6 ആ വരിക. So answer is 6 meter. So answer is 6 meter. A is the right answer. Simple question. ഓക്കെ, സോ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, ശ്രദ്ധിക്കാം. ലിസൺ, എ ബൈകോൺവെക്സ് ലെൻസ്. ബൈകോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബൈകോൺവെക്സ് ലെൻസ്, രണ്ട് ഭാഗവും കോൺവെക്സ്. ഓക്കെ, കോൺവെക്സ് ഇതും കോൺവെക്സ്. ബൈകോൺവെക്സ് ലെൻസ് ഹാസ് എ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 20 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ R1 is equal to ഈ റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്, 20 സെന്റിമീറ്റർ പ്ലസ് ആണ് വരിക, പോസിറ്റീവ് ആ വരിക. ഇനി ഈ റേഡിയസ് ഓഫ് കർവേച്ചർ R2 എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, -20 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, എന്തോ ആവട്ടെ. നൗ which one of the following options describe best the image formed by an object of height 2 centimeter? ഇവിടെ ഒരു ഇമേജ് വെക്കുകയാണ്, ഹൈറ്റ് 2 സെന്റിമീറ്റർ ഹൈറ്റുള്ള ഇമേജ് വെക്കുകയാണ്, പ്ലേസ്ഡ് 30 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. സോ യു ഈസ് -30 സെന്റിമീറ്റർ. സോ ക്വസ്റ്റ്യൻ എന്താ പറയുക മക്കളെ, താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതാണ് ബെസ്റ്റ്
അതായത് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ലെൻസ് എടുക്കുന്നു, ഈ ലെൻസിൽ 2 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ 30 സെന്റിമീറ്റർ അകലത്ത് വെക്കുന്ന സമയത്ത് ഇതുണ്ടാക്കുന്ന ഇമേജ്, ആ ഇമേജ് താഴെ കൊടുത്ത ഓപ്ഷനിൽ ഏതുമായിട്ടാണ് ഏത് ടൈപ്പ് ഇമേജ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഇമേജ് എങ്ങനെ നോക്കുക? അപ്പൊ ഇമേജ് എവിടെ യു അറിയാം, ഓക്കെ, യു അറിയാം. ഇവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ടെക്നിക്ക് ഉണ്ട്. കാരണം R1 R2 അറിയാമെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/f is equal to n21 minus 1 into 1/r1 minus 1/r2. ഇതാണ് ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ. സോ ഫ്രം ഹിയർ n21 ഇത് ഗ്ലാസ് ആണ്, പുറത്ത് എയർ ആണ്. സോ n21 നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 അല്ലേ? 3/2 വരും. 3/2 മൈനസ് 1 ഇൻറ്റു n2 ആണ് 3/2 ബൈ n1 ഉണ്ടാവും. n1 പുറത്തെ മീഡിയ ആണ്, ദാറ്റ് മീൻസ് 1 ആണ് വരിക. ഓക്കെ, ഇപ്പോൾ 3/2/1 ഈസ് 3/2 ഇൻറ്റു 1/r1. r1 ഈസ് +20 മൈനസ് r2 ഈസ് -20. സൈൻ കൺവെൻഷൻ കൊടുക്കണം. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ആണ് വരിക. 1.5 മൈനസ് 1 അര, ഹാഫ് ഇൻറ്റു ഇത് പ്ലസ് ആവും, ഇത് പ്ലസ് ആവും, ദിസ് ബിക്കംസ് പ്ലസ്. സോ 2 ഇൻറ്റു 1/20, 2 ഇൻറ്റു 1/20. ഓക്കെ, സോ ഇത് ക്യാൻസൽ. ആൻസർ ഈസ് 1/20. 1/f 1/20 ആണ്. സോ f ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ ആണ്. സോ f 20 സെന്റിമീറ്റർ ആണ്. f 20 സെന്റിമീറ്റർ ആണെന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്ക്, f 20 സെന്റിമീറ്റർ ആണ്. അപ്പം ഇനി നമുക്ക് ചെയ്യാം എങ്ങനെ വെച്ചാൽ, ഇത് f 20 സെന്റിമീറ്ററിൽ f ഉണ്ടാവും, 40 സെന്റിമീറ്ററിൽ 2f ഉണ്ടാവും, 40 2f ഉണ്ടാവും. ഒബ്ജക്റ്റ് ഉള്ള എവിടെയാ മക്കളെ? 30ൽ. 30 എന്ന് പറയുമ്പോൾ 20ന്റെ 40ന്റെ ഇടയ്ക്ക് ഉണ്ടാവുക, 30ലാണ്. അപ്പോൾ ഒബ്ജക്റ്റ് f ന്റെ 2f ന്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് വെച്ചാൽ കോൺവെക്സ് ബൈ കോൺവെക്സ് ലെൻസിൽ f ന്റെ 2f ന്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് എവിടെയാ മക്കളെ ഉണ്ടാവുക? ഇമേജ് ഉണ്ടാവുക 2f അപ്പർ 2f ന്റെ അപ്പുറത്ത് ഉണ്ടാവും. ബിയോണ്ട് 2f ആണ് ഇമേജ് വരിക. ഈ സൈഡിൽ 2f ന്റെ അപ്പുറത്താണ് ഇമേജ് വരിക, ബിയോണ്ട് 2f. അവിടെ എന്തായിരിക്കും സൈസ്? വലിയ സൈസ് ആയിരിക്കും. അപ്പോൾ ഇവനേക്കാളും ഒബ്ജക്റ്റിനേക്കാളും വലിയ സൈസ് ആയിരിക്കും ഇമേജിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇമേജ് എവിടെയാ മക്കളെ വരിക? കുറെ അകലത്തിലാണ് വലിയ ഇമേജാ വരിക അല്ലെ? കൂടാതെ അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ഇമേജ് വരികയും. ഓക്കെ, സോ ആൻസർ നോക്കുക. വിർച്വൽ ആൻഡ് അതൊന്നും അല്ല, അതല്ല. ഓക്കെ, ഇതല്ല, വിർച്വൽ അല്ല, റിയൽ ഇൻവേർട്ടഡ് ആണ്. ഹൈറ്റ്, അപ്പോൾ ഇത് രണ്ടും റിയൽ ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, അതാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഹൈറ്റ് ഒന്നിൽ 4ഉം ഒന്നിൽ 1ഉം ആ. ഇവിടെ നോക്കിയേ, ഇവൻ 2 ആണ്. നമ്മൾ പറഞ്ഞത് എന്താ? എൻലാർജ്ഡ് ഇമേജ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. എൻലാർജ്ഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനേക്കാൾ, HI അല്ല മക്കളെ, HO ആട്ടോ, സോറി, HO ആണേ ഒബ്ജക്റ്റിന്റെ. ഓക്കെ, സോ എൻലാർജ്ഡ് ഇമേജ് അല്ലേ? അപ്പൊ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും കൂടുതൽ ഹൈറ്റ് വേണം ഇമേജിന്. ഇവിടെ നോക്കിയേ, ഇവിടെ ഹൈറ്റ് 1 ആ. ഓക്കെ, അപ്പോൾ ഇവനേക്കാൾ ചെറുതാ, ഡി ഓപ്ഷൻ. അപ്പൊ ആൻസർ ഏതാ മക്കളെ? സി എ വരാൻ വഴിയുള്ളൂ. ഡി എന്തായാലും വരില്ല. കാരണം എന്താ? ഇമേജ് ഹൈറ്റ് ഒബ്ജക്റ്റിനേക്കാൾ കൂടുതലാവണം, പക്ഷെ ഇവിടെ കുറവാണ് ഇമേജ് ഹൈറ്റ്. ഓക്കെ, സോ ആൻസർ ഏതാ മക്കളെ? ഒരു സംശയം വേണ്ട, ആൻസർ ഈസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇവിടുന്ന് വി ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇതുവരെ കണ്ട ഫോക്കൽ ലെങ്ത് കിട്ടിയാൽ മതി. ഫോക്കൽ ലെങ്ത് കിട്ടിയാൽ എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ച്, അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും അവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ 20 തന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ എന്താ പറയാ അതിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത് വരിക. അല്ല, അത് മിററിന്റെ കേസിലാണ്. ലെൻസിന്റെ കേസിൽ അങ്ങനെ അല്ല. ലെൻസിന്റെ കേസിൽ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ 1/f is equal to n21 minus 1 ആ ഇക്വേഷനിൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ ഫോക്കൽ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ. യു ഗോട്ട് ഇറ്റ്? അല്ലാണ്ട് ഈ വാല്യൂവിന്റെ പകുതി എടുക്കരുത്. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നാൽ അതിന്റെ പകുതി നോക്കി നിങ്ങൾ എടുക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. നെക്സ്റ്റ് വൺ ഈസ് a convex lens is dipped in a liquid whose refractive index is equal to refractive index of lens, then its focal length will becomes എന്താ? ഇൻഫിനിറ്റി. ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഞാൻ ചെയ്തു തരാം. അവിടെ നോക്ക്, എങ്ങനെ വന്ന് നോക്കടാ. കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസ് ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിന്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സോ ഇതും n ഇതും n. ഓക്കെ, സോ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ചോദിച്ചത് അല്ലേ? സോ ലിസൺ, 1/f is equal to n21 minus 1 into 1/r1 minus 1/r2. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ രണ്ടാളുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പൊ n21 എന്ന് പറഞ്ഞാൽ എന്താ?
ഈ ലെൻസ് ഉണ്ടാക്കിയ മെറ്റീരിയലിന്റെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n ഡിവൈഡഡ് ബൈ n1 എന്തായിരിക്കും n1 പുറത്തുള്ള ആളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് അത് n അപ്പോൾ n by n 1 ആവും സോ ഇത് എന്തായി മക്കളെ ഇത് 1 എന്നായി 1 minus 1 is 0 അപ്പോൾ ഈ ടേം മൊത്തം 0 ആയി സോ 1 by f is 0 1 by f 0 ആണെങ്കിൽ f എന്താ ഇൻഫിനിറ്റി ഓക്കേ സോ focal length becomes infinity simple question okay അടുത്ത question the cryoptics ആണ് ready the angle of incidence for a ray of light the angle of incidence for a ray of light at a refracting surface of prism is 45 degree so listen ഒരു prism ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ prism okay ഈ പ്രിസത്തിലേക്ക് ഒരു ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നുണ്ട് എത്ര ആംഗിളിലാണ് മക്കളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 45 സോ ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി ഓക്കെ ഇനി ദ ആംഗിൾ ഓഫ് പ്രിസം ഈസ് 60 അപ്പോൾ ആംഗിൾ ഓഫ് പ്രിസം 60 അപ്പോൾ എന്തൊക്കെ അറിയാം I is equal to 45 and angle of prism A is equal to 60 degree ഇനി ഓക്കെ if the ray suffers minimum deviation yes minimum deviation ആവുമ്പോൾ നേരെ പോകും ബേസിന് പാരലൽ ആയി പോകും പിന്നെ എങ്ങനെ പോകും അല്ലേ okay minimum deviation ലാണ് പോണേ fine അപ്പോൾ അവിടെ ഡെൽറ്റ എന്താ മക്കളെ ഡെൽറ്റ becomes ഡെൽറ്റ മിനിമം ഡെൽറ്റ m എന്ന് കൊടുക്കാം ഡെൽറ്റ എന്നാൽ ഡീവിയേഷൻ ആട്ടോ ഓക്കെ so the angle of minimum deviation and refractive index of the material of the prism okay അപ്പോൾ നമ്മൾ angle of minimum deviation ന്റെ വാല്യൂവും അതുപോലെ refractive index of the material കാണണം അപ്പോൾ ഇവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂവും കാണണം അതുപോലെ തന്നെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എത്രയെന്നുള്ള കാര്യവും നമ്മൾ കാണണം ഓക്കെ സോ നമുക്കറിയാം മക്കളെ ലിസൺ ശ്രദ്ധിക്കുക ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡെൽറ്റ എം ശരിക്കും ഡെൽറ്റ ഇക്വേഷൻ എന്താ ഡെൽറ്റ ഐ പ്ലസ് ഇ മൈനസ് എ ആണ് ഇക്വേഷൻ വരിക ഓക്കെ സോ ഡെൽറ്റ എമ്മിലേക്ക് വരുമ്പോൾ ഡെൽറ്റ എം ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആക്കുമ്പോൾ ഇക്വേഷൻ ആയി തന്നെ ഐ പ്ലസ് ഇ മൈനസ് എ ഓക്കെ സോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ റിഫ്രാക്റ്റഡ് റേയും ബേസും പാരലൽ ആയിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും എന്തായിരിക്കും സെയിം ആയിരിക്കും ഓക്കെ സെയിം ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കാം അപ്പോൾ ഐയും ഇയും സെയിം ആ ഐ 45 അപ്പോൾ ഇയും 45 കൂടി എത്രയായി 45 plus 45 90 minus angle of prism is 60 so answer is 30 degree അപ്പോൾ 30 ഡിഗ്രി ആണ് എന്ത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഹിയർ സോ ഓപ്ഷൻ നോക്കിയാൽ 30 ഡിഗ്രി ഉള്ളത് ഇത് രണ്ടും ഉണ്ട് അപ്പോൾ അത് മാത്രം കിട്ടിയാൽ പോരാ അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി വേണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ എന്താണ് n is equal to sin a plus delta m by 2 by sin a by 2 direct equation okay so from here a is 60 and delta m is 30 അപ്പോൾ എന്താ മക്കളെ വരിക n is equal to sin a 60 plus 30 90 by 2 45 by sin a by 2 എന്ന് പറഞ്ഞാൽ sin a എത്ര 60 by 30 so sin 30 that is 1 by 2 so 1 by root 2 by 1 by 2 the cut the root 2 so answer is root 2 അപ്പോൾ root 2 ആണ് n value അപ്പോൾ 30 ഉം root 2 so here the answer is 30 and root ക്ലിയർ ആയല്ലോ മക്കളെ റെഡി ആണോ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ റെഡി അല്ലേ മക്കളെ ഓക്കെ സോ ലിസൺ ശ്രദ്ധിക്കട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് ഇക്വിലാറ്ററൽ പ്രിസം ഈസ് √3 ശ്രദ്ധിക്കാം ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിൾസും എന്താ 60 ഓക്കെ സോ ഇതിന്റെ എന്താ പറഞ്ഞത് റിഫ്രാക്റ്റീവ് അപ്പോൾ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ √3 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ആംഗിൾ 60 ആണ് ആംഗിൾ ഓഫ് പ്രിസം 60 ആണ് അല്ലേ then angle of minimum deviation of the prism is angle of minimum deviation so ഈ പ്രിസത്തിന്റെ ഡെൽറ്റ m വാല്യൂ കാണണം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും നമുക്കറിയാം n is equal to refractive index is equal to sin a plus delta m by 2 by sin a by 2 ഈ ഇക്വേഷനിൽ എക്ക് നിങ്ങൾ 60 കൊടുക്കുക ഡെൽറ്റ നമുക്ക് ഫൈൻഡ് ചെയ്യണം n √3 എന്നുള്ളത് നമുക്കറിയാം സോ നോക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √3 is equal to sin a is 60 by 2 is 30
അപ്പോൾ സൈൻ 30 പ്ലസ് ഡെൽറ്റ എം ബൈ 2 എന്ന് വരും. താഴെ 60 അല്ലേ, 60/2 ഈസ് 30. സൈൻ 30 1/2. ആ 1/2 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും √3/2. അപ്പോൾ എന്താ ഇത് നമുക്ക് ഒഴിവാക്കാം. സോ √3/2. √3/2 ഈസ് ഈക്വൽ ടു ദിസ് ടേം. ഓക്കെ, ഫ്രം ഹിയർ സൈൻ ഏത് ആംഗിൾ ആണ് √3/2 വരല്? സൈൻ 60 ആണ്. അപ്പോൾ √3/2 വരല് സൈൻ 60 ആണ്. സോ ഈ ടേം അപ്പോൾ എത്ര ആവണം? 60 ആവണം. സോ നമുക്ക് പറയാം 60 ഡിഗ്രി ആവണം ഏത്? 30 പ്ലസ് ഡെൽറ്റ എം ബൈ 2. ഓക്കെ, 30 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? 60 മൈനസ് 30 ഈസ് 30. ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? 30 × 2 എന്താ? 60. സോ ഡെൽറ്റ എം ഈസ് 60. സോ ഓപ്ഷൻ 60 ഉണ്ട്. യെസ്, എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പോൾ എ ആണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഈ രീതിയിലേക്ക്, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തിയറി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കളർ ഓഫ് ലൈറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റെഡിനാണ്, ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വയലറ്റിനാണ് വിസിബിൾ ലൈറ്റിൽ. ഓക്കെ, സിമ്പിൾ. സോ ആൻസർ ഈസ് റെഡ് ലൈറ്റ്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ആൻഡ് റിഫ്രാക്ഷൻ. റെയിൻബോ ഉണ്ടാകുന്നത് സ്കാറ്ററിംഗും റിഫ്രാക്ഷനുമാണ്. ആണോ? അല്ല. റെയിൻബോ എങ്ങനെയാ മക്കളെ ഉണ്ടാവുന്നത്? റെയിൻബോ ശ്രദ്ധിക്കാം. ഒരു റെയിൻബോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലേക്ക് ആര് വരുന്നു? ലൈറ്റ് റേ വരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ആ ലൈറ്റിന് എന്ത് സംഭവിക്കും? ഡിസ്പേർഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ കൊണ്ട് ഡിസ്പേർഷൻ സംഭവിച്ചു. എന്താണ് ഡിസ്പേർഷൻ? കളേർഡ് പിന്നെ ഇതായി മാറും അല്ലെ? ഡിസ്പേർഷൻ സംഭവിക്കും. പിന്നെ ഇവിടെ വെച്ച് ആ ലൈറ്റ് തട്ടി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാണ്ട്, ഓക്കെ, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരിക ചെയ്യാം. എനിവേ ഇവിടെ വെച്ച് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ വെച്ച് എന്ത്? ഡിസ്പേർഷൻ. ഓക്കെ, അപ്പൊ ഡിസ്പേർഷനും നടക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട് റെയിൻബോ ഫോർമേഷനിൽ. അപ്പൊ എന്താ ആൻസർ? സ്കാറ്ററിംഗ് ആണോ? നോ, ഇവിടെ സ്കാറ്ററിംഗ് ഒന്നും നടക്കുന്നില്ല. റിഫ്ലക്ഷൻ ഓൺലി? നോ, അല്ല. ഡിഫ്രാക്ഷൻ? അല്ല. ഓക്കെ, അപ്പൊ ആൻസർ എന്താ? ആൻസർ ഈസ് internal reflection and dispersion. Total internal reflection and dispersion of light. Okay, now next one. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. The magnifying power of a telescope is 9. അതായത് നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ ടെലസ്കോപ്പിന്റെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. The magnifying power of a telescope is 9. When it is adjusted for parallel rays, the distance between the objective and eyepiece is 20 centimeter. The focal length of lenses are. Now listen മക്കളെ, ശ്രദ്ധിക്കുക. അതായത് ഒന്നുമില്ല, മാഗ്നിഫൈങ് പവർ അറിയാം, കൂടാതെ രണ്ട് ഒബ്ജക്റ്റീവും ഐപീസ് ലെൻസുകൾ തമ്മിലുള്ള അകലം 20 ആണെന്നും അറിയാം. ഇത് പിന്നെ ടെലസ്കോപ്പിൽ ഏത് കേസാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മുടെ ഇമേജ്, അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റീവിലൂടെ ലൈറ്റ് വരുന്നു, ഇൻഫിനിറ്റിയുള്ള ഒബ്ജക്റ്റിൽ ലൈറ്റ് വരുന്നു, ഐപീസിൽ കയറിയിട്ട് ഐപീസിന്റെ ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഒരു ഇമേജ് ഫോം ചെയ്യും. എവിടെ? ഒബ്ജക്റ്റീവിന്റെ ഫോക്കസിൽ. ആ ഫോക്കസിൽ ഉണ്ടായ ഇമേജ് ആണ് നമ്മുടെ ഐപീസിലെ ലെൻസിന്റെ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് ഉള്ളത് ഐപീസിന്റെ എവിടെയാണ്? ഫോക്കസ് തന്നെയാണ്. അപ്പം കറക്റ്റ് പറഞ്ഞാല് ഒബ്ജക്റ്റീവിന്റെ ഫോക്കസും ഐപീസിന്റെ ഫോക്കസും എന്താ മക്കളെ? സെയിം ആണ്. ശരിയല്ലേ? ആ കേസ് അത് ടെലസ്കോപ്പിന്റെ കേസിൽ. ഓക്കെ, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും, ആ ഇമേജ് ഇയാൾ ഒബ്ജക്റ്റ് ആണ്, അത് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, എനിവേ അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ആ കേസിൽ ഒരു കാര്യം നമുക്ക് അറിയാം, അതിന്റെ മാഗ്നിഫൈങ് പവർ എം ഇസ് ഈക്വൽ ടു അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ FO/FE ആണ് വരും. ഓക്കെ, FO/FE മാഗ്നിഫൈങ് പവർ ഓഫ് ടെലസ്കോപ്പ് അല്ലെ? അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ലെൻസ് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? FO+FE ആണ് വരിക. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? FO ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസസ് ആ ചോദിച്ച് FOയും FEയും കാണണം. സോ ഫ്രം ഹിയർ ദിസ് ഈസ് 9 അല്ലെ? 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് 20 അല്ലെ? 20. So from here FO എന്താ? 9FE ആണ്. So 9FE plus FE is equal to 20. From here what is 10FE? 20. FE 2. So FE is 2. FE 2 ആണെങ്കിൽ FO എത്രയായിരിക്കും? FE 2 ആണെങ്കിൽ FO എത്രയായിരിക്കും? 20 minus 2 that is 18. So 18 ഉം 2 ആണ് വരിക. ഓപ്ഷൻ നോക്കുക, 18 and 2. Yes, C is the right answer. Okay, 18 centimeter and 2 centimeter. Fine. അടുത്ത question.
The frequency of a light wave in a material is 2×10⁻14 hertz and wavelength is 5000 angstrom. The refractive index of material will be. നല്ല ക്വസ്റ്റ്യൻ. എടാ ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ജസ്റ്റ് വെലോസിറ്റി വെച്ച് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തന്നപ്പോൾ തന്നെ നമ്മൾ വെലോസിറ്റിയിൽ കൂടെ പോകേണ്ട ഒരു റൂട്ട് മനസ്സിൽ തെളിയണം. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് C/V ആണ്. ഒരു സംശയം വേണ്ട, C/V. ദാറ്റ് ഈസ് ഈക്വൽ C ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ വാക്വം 3×10⁸ ഡിവൈഡ് ബൈ V. V ആണ് എന്താ? ന്യൂ ലാംഡ. ന്യൂ നമുക്കറിയാം എത്രയാണ്? 2×10⁻14 ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ 500 ആംസ്ട്രോങ്. സോ 500 5000 ആംസ്ട്രോങ്. സോ 10⁻−10. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 0 ഉണ്ട്. ഓക്കെ, ആ 3 0 ഇവർക്ക് കൂടെ 10⁻17 ആവും. 10⁻17 10 പോയാൽ എത്രയായി? 17 10 പോയാൽ 7 ആയി. സോ 10⁻7 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നോക്കാം. അപ്പോൾ ഈ 0യും ഈ 0യും ഈ 0യും ഒക്കെ കൂടി എത്രയായി? ഇപ്പോൾ 2 × 5 10 ആവും ചെയ്യും. സോ 3×10⁸8 ഡിവൈഡ് ബൈ 2 × 5 ഈസ് 10. 10 ഇത് 10⁻7 എന്ന് വരും. ഈ 10⁻7ഉം ഇതും കൂടി എന്താവും? 10⁻8 ആവും. ആ 10⁻8ഉം ഈ 10⁻8ഉം കൂടി കട്ടാവും. സോ ആൻസർ ഈസ് 3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ 3 ഓപ്ഷൻ നോക്കുക. 3 ഉണ്ടോ? ഇല്ലേ? യെസ്. ബി നോക്കുക. 3.00. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാ മക്കളെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. The interference pattern is obtained with 2 coherent light sources of intensity ratio n. In the interference pattern, the ratio Imax minus Imin divided by Imax plus Imin will be. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അറിയാം മക്കളെ, അതായത് the interference pattern is obtained. ഒരു interference pattern കിട്ടി with the 2 coherent sources. ഓക്കെ, രണ്ട് coherent സോഴ്സ് പോയിട്ട് ഇന്റർഫിയർ ചെയ്തു, ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടി. ഓക്കെ, ലൈറ്റ് സോഴ്സ് ഓഫ് ഇന്റൻസിറ്റി റേഷ്യോ n. ലൈറ്റ് സോഴ്സുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ n ആണ്. അങ്ങനെ പറഞ്ഞാൽ I1/I2 is equal to n ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. വേറെ ഒന്നും നമുക്കില്ല. സോ നിങ്ങൾ ഇത് കാണണം ഇൻ ടേംസ് ഓഫ് n. നോക്കാം നമുക്ക് എന്താ കാണേണ്ടത്? Imax മൈനസ് Imin divided by Imax plus Imin. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, ശ്രദ്ധിക്കാം. സോ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് മക്കളെ ശ്രദ്ധിക്കുക, ഇത് നമുക്കറിയാം. ഞാൻ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? മാക്സിമം ഇന്റൻസിറ്റി എന്താ വരല്? ഓക്കെ, മാക്സിമം ഇന്റൻസിറ്റി വാല്യൂകൾ പഠിച്ചതാ. എടാ ജനറൽ ഇക്വേഷൻ ഫോർ ഇന്റൻസിറ്റി എന്താണ്? രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റിന്റെ എക്സ്പ്രഷൻ I എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് 2√I1 √I2 cos phi. ഇതാണ് എന്ത്? ജനറൽ ഇക്വേഷൻ. അപ്പൊ I മാക്സിമം ആകണമെങ്കിൽ cos phi 1 ആകണം. I മിനിമം ആകണമെങ്കിൽ cos phi -1 ആകണം. അപ്പൊ Imax പറഞ്ഞാൽ എന്താ? I1 പ്ലസ് I2 പ്ലസ് 2√I1 √I2. I മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? I1 പ്ലസ് I2 പ്ലസ് I2 മൈനസ് 2√I1 I2 ആണ് എന്ത് വരിക? √I1 × √I2 ആണ് എന്ത് വരിക? നമ്മുടെ I മിനിമം. അപ്പം I മിനിമം ആകുമ്പോൾ അത് മൈനസ് ആവും, ഈ കോസ് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ Imax ഞാൻ ഇവിടെ എഴുതി. I മിനിമം എന്താ മക്കളെ? I മിനിമം ഒക്കെ സെയിം തന്നെയാണ്. ഇവിടെ മൈനസ് ആണ് ഉണ്ടാവുക, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് മക്കളെ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? Imaxന് പകരം I1 പ്ലസ് I2 പ്ലസ് 2√I1 I2. ഇതാണ് Imax. I മിനിമം മൈനസ് ഓഫ് I മിനിമം എന്താ? I1 പ്ലസ് I2 മൈനസ് 2√I1 I2. ഇതാണ് എന്ത്? I മിനിമം ഡിവൈഡ് ബൈ Imax പ്ലസ് Imin. സോ I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 പ്ലസ് I1 പ്ലസ് അല്ലേ? I1 പ്ലസ് I2 മൈനസ് 2√I1 I2. ഓക്കെ, നൗ ഇവിടെ നോക്കുക. ഇത് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് -I1 -I2 പ്ലസ് 2√I1 I2 ആവും അല്ലേ? അപ്പൊ ഈ I1ഉം ഈ I1ഉം ക്യാൻസൽ ആവും. I1 -I1 I2 -I2 ക്യാൻസൽ ആവും.
താഴെയാണെങ്കിലോ ബാക്കി എന്താ 2 root I1 I2 plus 2 root, അപ്പോൾ 4 root I1 I2 ആയി. താഴെയാണെങ്കിലോ I1, അപ്പോൾ ഇവിടെ പ്ലസ്, അപ്പോൾ ഇവിടെ ആകുമ്പോൾ I1 plus I1 വരും, I2 plus I2 വരും, 2 root I1 I2 minus 2 root I1 I2. അപ്പോൾ എന്താ ഈ ടേമും ക്യാൻസൽ ആവും. ഇനി ബാക്കി എന്താണ് ഇവിടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിൽ 4 root I1 I2 എന്ന് വരും, താഴെ I1 plus I1 2 I1 പിന്നെ 2 I2, അപ്പോൾ എന്താ 2 into I1 plus I2 എന്നായി. ഇത് കട്ട് ദ 2, സോ ആൻസർ ഈസ് 2 root I1 I2 divided by I1 plus I2. Okay, that is equal to മക്കളെ I1 by I2 എന്ന് പറഞ്ഞാൽ എന്നാ, അവിടുന്ന് എന്താണ് I1, N I2 ആണ്. അപ്പോൾ I1 ഞാൻ N I2 കൊടുത്താൽ 2 root I1 N I2 into I2 divided by I1 N I2 plus I2, that is equal to ഇവിടെ എന്ത് വരും, I2 സ്ക്വയർ ആകുമ്പോൾ I2 ഒരു I2 പുറത്തേക്ക് എടുക്കാം, സോ 2 root N I2 divided by ഇവിടെ നമുക്ക് I2 പുറത്തേക്ക് എടുത്താൽ എന്താ, I2 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ വരിക, N plus 1, so I2 cancel. So answer is 2 root N by N plus 1 ഉണ്ടോ നോക്കുക ഓപ്ഷനിൽ, 2 root N by N plus 1 അല്ല, 2 root N by N plus 1. So answer is yes, B is the correct answer, 2 root N by N plus 1. Okay, so ചെയ്ത മെത്തേഡ് മനസ്സിലാക്കുക. ഞാൻ ആദ്യം രണ്ട് വേവുകൾ ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടിംഗ് വേവിന്റെ ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻ കാണണം, അത് മാക്സിമം ആകുമ്പോഴുള്ള ഇക്വേഷൻ കാണണം, മിനിമം ആകുമ്പോഴുള്ള ഇക്വേഷൻ ഒക്കെ മനസ്സിൽ വെച്ചാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കാം. അടുത്ത നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, മറ്റേ ഇന്റർഫറൻസ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താ മക്കളെ ശ്രദ്ധിക്കുക. In a Young's double slit experiment, if there is no initial phase difference between the light from the two slits, okay, രണ്ട് സ്ലിറ്റുകളും തമ്മിൽ ഇനീഷ്യലി ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, എ പോയിന്റ് ഓൺ ദ സ്ക്രീൻ കറസ്പോണ്ടിങ് ടു ദ ഫിഫ്ത്ത് മിനിമം ഹാസ് പാത്ത് ഡിഫറൻസ് ഓഫ്, അഞ്ചാമത്തെ മിനിമത്തിന് പാത്ത് ഡിഫറൻസ് കാണണം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അഞ്ചാമത്തെ മിനിമാണ്, അഞ്ചാമത്തെ മിനിമം. സോ ലിസൺ, ഇതല്ലേ നമ്മുടെ പിന്നെന്ത് വരിക, ലിസൺ, അഞ്ചാമത്തെ മിനിമം. സോ ലൈറ്റ്, ഇതാണ് ഇൻഡിഫറൻസ് പാറ്റേൺ. സോ ഞാൻ ഇതാണ് നമ്മുടെ സെൻട്രലിൽ വരുന്ന ആള്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മിനിമ എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് മിനിമ, തേർഡ്, ഫോർത്ത്, സോ ഫിഫ്ത്ത് മിനിമ എന്ന് പറയുമ്പോൾ അത് ഇതാണ് വരിക. ഓക്കെ, ഇതാണ് ഫിഫ്ത്ത് മിനിമം വരിക. ഓക്കെ, സോ ഇതാണ് ഫിഫ്ത്ത് മിനിമം. റെഡി? സോ ഫിഫ്ത്ത് മിനിമ എന്ന് നമ്മൾ ഫസ്റ്റ് മിനിമ എങ്ങനെ കിട്ടുക? ഫസ്റ്റ് മിനിമ കിട്ടണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന രണ്ട് ലൈറ്റ് വേവ്സും തമ്മിലുണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് λ/2 ആകണം. ഒരാൾ ഇങ്ങനെയും മറ്റേ ആൾ ഇങ്ങനെയും വരണം, അപ്പോഴേ അത് കട്ടാവുള്ളൂ, ഒരു മിനിമം കിട്ടുള്ളൂ. മാക്സിമം ആകണമെങ്കിൽ ഒരാൾ ഇങ്ങനെ, അടുത്ത ആളും ഇങ്ങനെ വരണം, ക്രസ്റ്റും ജോയിൻ ചെയ്യണം. അപ്പം ശ്രദ്ധിക്ക്, അപ്പൊ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം λ/2 അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ്, അതിന്റെ ഓഡ് മൾട്ടിപ്പിൾസ്. ഓക്കെ, λ/2ന്റെ ഈവൻ മൾട്ടിപ്പിൾസ് ആയാൽ ശരിയാവൂല. ഓക്കെ, ലാംഡ പാത്ത് ഡിഫറൻസ് വന്നാൽ അത് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. λ/2 പാത്ത് ഡിഫറൻസ് വന്നാൽ അത് ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ λ/2 അര ലാംഡന്റെ ഇതിപ്പോ ഇങ്ങനെ ആവാം, അര ലാംഡയാകാം, 1.5 ലാംഡയാകാം, പ്രശ്നമല്ല, 2.5 ലാംഡയാകാം പറഞ്ഞു. അപ്പോ ആദ്യത്തെ നമുക്ക് എന്ത് കിട്ടുക, ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുക അര ലാംഡയിലാണ്. ഓക്കെ, മീൻസ് പാത്ത് ഡിഫറൻസ്. രണ്ടാമത്തെ ഡാർക്ക് നമുക്ക് കിട്ടുക 1.5 ലാംഡയിലാണ്, മൂന്നാമത്തോ 2.5. ഓക്കെ, അപ്പൊ നാലാമത്തോ 3.5 ലാംഡയിൽ. ഓക്കെ, അഞ്ചാമത്തോ 4.5 ലാംഡയിലാണ് നമുക്ക് എന്ത് കിട്ടുക, പിന്നെ ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുക. സോ ഇതാണ് നമ്മളുടെ അഞ്ചാമത്തെ. അപ്പൊ അഞ്ചാമത്തെ അവിടെ എത്തുന്ന രണ്ട് ലൈറ്റ് വേവ്സ് ഉണ്ട്, ആ രണ്ട് ലൈറ്റ് വേവ്സും തമ്മിലുണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4.5 ലാംഡയാണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ഡാർക്ക് ആണെങ്കിലോ അത് അര ലാംഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ആൻസർ നമുക്ക് നേരെ ആൻസർ ചെയ്യാനൊന്നുമില്ല, നേരെ ലോജിക്കലി ആൻസർ ചെയ്താൽ മതി.
അപ്പോൾ 4.5 ലാംഡയാണ് ഫിഫ്ത്ത് ഡാർക്കിന് കിട്ടുക അല്ലേ. സോ ഫിഫ്ത്ത് മിനിമക്ക് ഇത് 2.5 ഇത് 5 ലാംഡ. ഇത് മക്കൾ നോക്ക്, ഇത് ഒരിക്കലും ഡാർക്ക് അല്ല, മിനിമം അല്ല. എന്താ കാരണം? ഇത് 5 ലാംഡ അര വരണം. ഓക്കെ, ഇതെന്താ? ഇത് 2.5 ലാംഡ 2.5 ലാംഡ. അപ്പോൾ ഇത് ശരിയാണ്. ഇത് എത്ര? മൂന്നാമത്തെ മിനിമയാണിത്. മൂന്നാമത്തെ മിനിമയിലുള്ള പാത്ത് ഡിഫറൻസ് ആണ്. ഇത് 4.5. സോ അവർ ആൻസർ ഈസ് ദിസ് വൺ. ഇത് നമ്മുടെ ആൻസർ അല്ല കേട്ടോ. ഓക്കെ, ഇനി 11/2 വരുമ്പോൾ 5.5. ഇത് എത്രാമത്തെ മക്കളെ വരിക? 11/2 ദാറ്റ് ഈസ് 5ാമത്തെ അല്ല 6ാമത്തെ. ഓക്കെ, 6ാമത്തെ എന്ത്? പിന്നെ മിനിമയിൽ അവിടേക്ക് എത്തിയ ലൈറ്റ് വേവ്സുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ആണ് 11/2 ലാംഡ. ഇത് ഫേസ് ഡിഫറൻസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π ലാംഡ ഇൻറ്റു എക്സ്. ദിസ് ഇസ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, അതിലേക്ക് കൊടുത്താൽ മതി. അതിലേക്ക് ഇപ്പം നമ്മൾ പിന്നെ 9 ലാംഡ/2 കൊടുക്കുകയാണെങ്കിൽ ലാംഡ ക്യാൻസൽ, 2 ക്യാൻസൽ, 9π ആണ് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ, സോ പാത്ത് ഡിഫറൻസ് ഫേസിലേക്ക് മാറ്റണമെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ചോദിച്ച പാത്ത് ഡിഫറൻസ് ആണ്. സോ നേരെ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ആൻസർ നോക്കാം. A parallel beam of monochromatic light of wavelength lambda 5000 Armstrong is incident normally on a single narrow slit of width 0.001 millimeter. Okay, this single slit ആണ്. ഓക്കെ, അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അല്ല, ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, സിംഗിൾ സ്ലിറ്റ് ആകുമ്പോൾ ഡിഫ്രാക്ഷൻ ആണ് സ്വാഭാവികമായിട്ട്. സോ നമുക്കറിയാം ഇങ്ങനെ പിന്നെ ഇതുണ്ടാവും ലൈക്ക് ദിസ് അല്ലേ. ഇതാണ് നമ്മുടെ സ്ലിറ്റ്. ഈ സ്ലിറ്റിന്റെ വിടുത്ത് വരിക എ ആണ് വരിക. ഓക്കെ, നൗ അപ്പോൾ എ ആണ് സ്ലിറ്റ് വിടുത്ത്. ദാറ്റ് ഈസ് 0.001 10⁻³ മീറ്റർ ആയിക്കോട്ടെ. The light is focused by a convex lens. നമുക്കറിയാം. ഓക്കെ, on a screen placed in focal plane. The first minimum will be formed for the angle of diffraction equal to. അപ്പോൾ ഫസ്റ്റ് മിനിമം കിട്ടാനുള്ള ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. എടാ മക്കളെ, ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ പോയി നമുക്കറിയാം അല്ലെ, ഫിഗർ ഒക്കെ ഓർമ്മ ഉണ്ടാവും. സോ പിന്നെ ലൈറ്റ് ഒരു ബീം ഇങ്ങനെ പോയിട്ട് ഇവിടെ ഫോക്കസിങ് നടത്തുന്നുണ്ട്. സോ ലിസൺ, അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഇതാണ് എ സൈൻ തീറ്റ. ഈ എ സൈൻ തീറ്റയാണ് ഈ രണ്ട് ലൈറ്റ് വേവും തമ്മിൽ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ്. എടാ ഇവിടെ ഡിഫ്രാക്ഷനാ, സിംഗിൾ സ്ലിറ്റാ, മാറിപ്പോണ്ട. ഡിഫ്രാക്ഷനിൽ രണ്ട് എക്സ്ട്രീം എൻഡിലുള്ള ലൈറ്റ് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് എ സൈൻ തീറ്റ. ആ എ സൈൻ തീറ്റ എന്ന് പറയുന്ന ആ സാധനം എന്താവുകയാണെങ്കിൽ, അതായത് അത് 1 ലാംഡയാകുകയാണെങ്കിൽ അവിടെ മിനിമാണ് കിട്ടുക. 2 ലാംഡയാണെങ്കിലും മിനിമ കിട്ടുക. 3 ലാംഡയാണെങ്കിലും മിനിമാണ് കിട്ടുക. എന്നാൽ എത്ര ലാംഡയാണെങ്കിലാണ് 1.5 ലാംഡയാകുകയാണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും. പണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ച ഓർമ്മ ഉണ്ടാവും. ഇതാണ് 1.5 ലാംഡയാണ് ഡിഫറൻസ് എങ്കിൽ ഇങ്ങനെയൊക്കെ കട്ടാക്കിയിട്ട് ഇതും കട്ടായി ഇത് മാത്രമാണ് എത്തി കൂടിച്ചേർന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ. അപ്പം അവിടെ 1/2 ലാംഡ വന്നാൽ അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയർ ചെയ്യാം. കാരണം അവിടെ 2 വേവ്സ് മാത്രമല്ല, കുറെ വേവ്സ് പോകുന്നുണ്ട്. ഇന്റർഫറൻസിലോ രണ്ട് വേവ്സേ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ലിസൺ, അപ്പൊ എന്താ പറയുക, എ സൈൻ തീറ്റ എന്ന് പറയുന്ന സാധനം എന്താകണം? എടാ ലാംഡയാണെങ്കിലാണ് അവിടെ മിനിമം കിട്ടുക. ഓക്കെ, സോ ചോദിച്ച ഫസ്റ്റ് മിനിമ ചോദിച്ചത്. സോ ഫസ്റ്റ് മിനിമം കിട്ടാൻ ലാംഡയാകണം പാത്ത് ഡിഫറൻസ്. ഓക്കെ, സോ ലിസൺ, ഈ തീറ്റ എന്ന് പറഞ്ഞതാണ് അവർ ചോദിച്ചത്. ഏത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ? ഈ തീറ്റയാണ്. ദിസ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് സൈൻ തീറ്റ ഫൈൻഡ് ചെയ്യണം. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? λ/a ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ വാല്യൂ എത്രയാണ്? 5000 ആംസ്ട്രോങ് അല്ലേ? യെസ്, 5000 ആംസ്ട്രോങ്. സോ 5000 into 10⁻⁻10 മീറ്ററിലേക്ക് മാറ്റി. ഇനി എ എന്താ? ഇത് 10⁻³ അപ്പൊ 10⁻⁻6 ഉണ്ട്. 10⁻6 അല്ലെ? യെസ്, -6. ഈ -6 മുകളിലേക്ക് +6 ആവും. +6 ആകുമ്പോൾ അതിനൊരു പിന്നെ 6 പോകുമ്പോൾ 10⁻⁴ ആവും അല്ലെ? സോ 5000 into 10⁻⁻4 വരും. സോ 1 2 3 4. സോ ആൻസർ ഈസ് 0.5. സൈൻ തീറ്റ 0.5 ആണെങ്കിൽ തീറ്റ വിൽ ബി എത്രയാണ്? 30 ഡിഗ്രി. സോ ആൻസർ ഈസ് യെസ്, ഹിയർ ഇറ്റ് ഈസ് 30 ഡിഗ്രി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫിനോമിനൻ ഈസ് നോട്ട് കോമൺ ടു സൗണ്ട് ആൻഡ് ലൈറ്റ് വേവ്സ്? ഏത് ഫിനോമിനാസ് ആണ് ലൈറ്റിനും സൗണ്ടിനും കോമൺ ആയിട്ട് ഇല്ലാത്ത ഫിനോമിനൻ ഏതാണ്? ശ്രദ്ധിക്കാം.
ഇന്റർഫെറൻസ് രണ്ടും കാണിക്കുന്നുണ്ട്, ഡിഫ്രാക്ഷൻ രണ്ടും കാണിക്കും, കൊയറൻസ് ഓക്കെ രണ്ടും കാണിക്കുന്നുണ്ട്, പോളറൈസേഷൻ. യെസ്, പോളറൈസേഷൻ എന്ന ഫിനോമിനൻ ആര് കാണിക്കൂല? സൗണ്ട് കാണിക്കൂല. എന്താ കാരണം? കാരണം സൗണ്ട് വേവ് എന്ന് പറയുന്നത് എന്തല്ല? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല. സൗണ്ട് മെക്കാനിക്കൽ വേവില് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേവ് എന്ത് കാണിക്കില്ല? കാരണം പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആക്സിസിൽ അല്ലേ, ഇപ്പൊ നമുക്കറിയാം എക്സിലും ഒന്ന് സെഡിലും ആണെങ്കിൽ ആ ആക്സിൽ വരുന്ന ഒരു പ്ലെയിനിൽ വരുന്ന വൈബ്രേഷനെ റെസ്ട്രിക്ട് ചെയ്യാം അല്ലെ. ഒരു പ്ലെയിനിൽ വരുന്ന വൈബ്രേഷൻ അല്ല, ഒരു പ്ലെയിനിലുള്ള വൈബ്രേഷനെ മാത്രം എന്ത് ചെയ്യുക? അലോ ചെയ്യുക, ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതാണ് ശരിക്കും പോളറൈസേഷൻ. അപ്പോൾ സൗണ്ട് വേവിന്റെ കേസിൽ അങ്ങനെ എന്താ പറയുക, വ്യത്യസ്ത പ്ലെയിനിലൊന്നും വൈബ്രേഷൻസ് വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് സൗണ്ട് വേവ്സിന് പോളറൈസേഷൻ എന്ന ഫിനോമിനന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സൗണ്ട് വേവ്സിൽ പോളറൈസേഷൻ ഫിനോമിനൻ നടക്കില്ല. അത് എന്തിനേ നടക്കുള്ളൂ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ലൈറ്റ് വേവ്സ് ഒക്കെ പോലത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് സൗണ്ട് വേവ്സിന് പോളറൈസേഷൻ നടക്കില്ല. അതുകൊണ്ട് ആൻസർ എന്താ അവിടുത്തെ? പോളറൈസേഷൻ. ബാക്കിയൊക്കെ സൗണ്ടിനും ലൈറ്റിനും കോമൺ ആയി നടക്കുന്ന ഫിനോമിനാസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു പോളറോയിഡ്സ്. അപ്പൊ നമ്മൾ വേവ് ഓപ്റ്റിക്സിലെയും എല്ലാ ഏരിയാസിന്നും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. നോക്കാം. So two polaroids P1 and P2 are placed with their axis perpendicular to each other. So രണ്ട് polaroids മക്കളെ, ഇതൊരു polaroid ആണ്. ഓക്കെ, ഇത് ഒരു polaroid ആണ്. ഈ ഒരു polaroidും P1 P2 are placed with their axis perpendicular to. ഓക്കെ, അപ്പൊ P1 അങ്ങനെ വെച്ചു, P2 മറ്റോന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയും വെച്ചു. ഓക്കെ, ഇത് രണ്ടും 90 ഡിഗ്രി ഉണ്ടാക്കും ആംഗിൾ. ആയിക്കോട്ടെ. Unpolarized light I0 is incident on P1. ഇത് P1 ആണ്, ഇത് P2 ആണ്. ഓക്കെ, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇന്റൻസിറ്റി I0 ഉള്ള ഇന്റൻസിറ്റി ഉള്ള ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഒന്നാമത്തെ പോളറോയിഡിൽ എന്ത് ചെയ്തു? കയറി. A third polaroid P3 is kept in between P1 and P2 such that its axis makes an angle 45 degree with that of P1. അപ്പൊ P1ഉമായിട്ട് 45 ഡിഗ്രിയിൽ വേറെ ഒരു പോളറോയിഡ് രണ്ടാക്കും ഇടയിൽ വെച്ചു, P3. ഓക്കെ, സോ അത് 45 ഡിഗ്രിയാണ്. സോ കുറച്ചൊന്ന് ചേർന്നതായി ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇയാളും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 45, ഇയാളും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 45, ഇയാളും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90. ഓക്കെ, സോ ദ ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ത്രൂ P2 ഈസ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ചാടുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് കാണണം. ഇൻ ടേംസ് ഓഫ് I0. ആയിക്കോട്ടെ മക്കളെ, ശ്രദ്ധിക്കും. ഈ I0 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഈ പോളറോയിഡിന്റെ ഉള്ളിൽ കയറി ഇറങ്ങിയാൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ ഇന്റൻസിറ്റി I0/2 ആയി മാറും, പകുതിയായിട്ട് മാറും. കാരണം എന്താ? ഇത് പോളറോയിഡാ, ഇങ്ങനെയുണ്ടാവും വൈബ്രേഷൻ, ഇങ്ങനെയുണ്ടാവും വൈബ്രേഷൻ, അതിൽ ഒന്ന് കട്ടാക്കും. അപ്പൊ ഇന്റൻസിറ്റി എന്താവും? പകുതിയാവും. ഓക്കെ, സോ ഇന്റൻസിറ്റി പകുതിയായി. ഇനി ഈ സാധനം ഇതിനുള്ളിൽ കയറുന്ന സമയത്ത്, കയറി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് പുറത്തേക്ക് ചാടിയ ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇവിടെ പുറത്തേക്ക് വന്ന ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം I is equal to I0 cos square phi, where phi is the angle between two polaroids. Okay, so listen, ഇവിടെ phi എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. സോ 45 ഡിഗ്രി ആയതുകൊണ്ട് ഇത് പുറത്തേക്ക് ചാടുമ്പോൾ അവിടെ കിട്ടുന്ന ലൈറ്റ് പറഞ്ഞ ഇവിടെ നമുക്ക് ഇന്റൻസിറ്റി I ഡാഷ് എന്ന് കൊടുക്കാം. സോ I ഡാഷ് is equal to I0 പറഞ്ഞാൽ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇന്റൻസിറ്റി എത്ര? I0/2. ഓക്കെ, ഇൻടു cos square phi എന്ന് പറയുമ്പോൾ cos 45 ആണ്. cos സ്ക്വയർ ചെയ്യുമ്പോൾ 1/√2 സ്ക്വയർ ഉണ്ടാകും. സോ 1/2 ഉണ്ടാകും. ആൻസർ ഈസ് I0/4 ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ലൈറ്റ് I0/4 ആണ്. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇവിടുന്ന് കയറി ഇറങ്ങിയ ഇന്റൻസിറ്റി പകുതിയായി, പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്തുന്ന ആളുടെ ഇന്റൻസിറ്റി വീണ്ടും പകുതിയായി, പിന്നെയും അങ്ങനെ കണക്കൂട്ടരുത് കേട്ടോ. ഇവിടെ ഇയാളുമായിട്ട് ഇവിടെ 45 ഡിഗ്രി ചെരിച്ചത് കൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് cos 45 കൊടുത്തിട്ട് അവിടെ cos 45 1/√2 ആയി, അതിന്റെ സ്ക്വയർ 1/2 ആയത്.
അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ആകും. ഫസ്റ്റ് പോളറോയിഡ് കയറി ഇറങ്ങുമ്പോൾ മാത്രമേ അതിന്റെ പകുതി ഇന്റൻസിറ്റി ആവുള്ളൂ. പിന്നുള്ള എന്താണ്, ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണോ അതിനനുസരിച്ച് മാറും. ഈ രണ്ടാളുടെയും ആംഗിൾ പ്ലെയിൻ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ ആ ആംഗിളിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇവിടേക്ക് എത്തുന്ന ഇന്റൻസിറ്റി മാറും. ഇനി സപ്പോസ് ഇതും പാരലൽ ആണെങ്കിലോ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആയിരിക്കും. അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണെങ്കിൽ cos square 0 1 ആണ്. അപ്പോൾ I dash is equal to I0/2 എന്നാ വരിക. പറഞ്ഞത് മനസ്സിലായി? ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഇത് ശരിക്കും ജനറൽ ഇക്വേഷൻ ആണ്. I is equal to I0 into cos square 5. ഓക്കെ, സോ ഇവിടെ ശരിക്കും എന്താ മക്കളെ വരിക, ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ cos square 5 1 ആകും. സോ I is equal to I0. അപ്പൊ എന്താ, ഇവിടുന്ന് വരുന്ന ലൈറ്റ് തന്നെ ഇതും കടന്ന് അപ്പുറത്തെത്തും. ഇനി ഇയാളും ഇതിന് പാരലൽ ആണെങ്കിലോ അതും കാരണം. അപ്പോൾ ഇത് മൂന്നും പാരലൽ ആക്കി വെച്ചാൽ അതിന് കൊടുക്കുന്ന I0 കൊടുത്താൽ പുറത്തത്തെ എത്രയാണ്, I0/2 കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ, വെറുതെ പഠിക്കല്ലേ. സോ I0/4 ഇവിടേക്ക് എത്തി. ഇനി ഇവിടുന്ന് അടുത്ത് കയറി ഇറങ്ങണം. അപ്പൊ അത് കയറി ഇറങ്ങുമ്പോൾ ഇയാളും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും 45. സോ ഇനി അടുത്ത് കയറി ഇറങ്ങുമ്പോൾ I will be equal to ഇവിടുന്ന് കയറുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്ര, I0/4 ആണ്. പിന്നെ cos square എന്ത് മക്കളെ, പിന്നെ 5, that is equal to cos square 5 45 ആണ്. So cos 45 ന്റെ സ്ക്വയർ, that is 1/2 square 1/2. So 1/2 into I0/4 is 1, I0/8 is the right answer. Okay, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മിക്ക കുട്ടികളും ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഈ ആദ്യം കയറി ഇറങ്ങുന്ന പോളറോയിഡിന്ന് പകുതിയാക്കുക, പിന്നെ അടുത്ത എന്താണ്, അടുത്ത ആ വാല്യൂ ഇൻറ്റു ഇവർ തമ്മിലുള്ള എന്താണ് ആംഗിൾ എടുക്കുക, അതിന്റെ cos സ്ക്വയർ ആ ആംഗിൾ എടുക്കുക. പിന്നെ അടുത്തും അതേമാതിരി തന്നെയാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്നതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുമാണ്. 2017 ചോദിച്ച ക്വസ്റ്റ്യൻ അത്. ഓക്കെ, സോ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഏരിയാസിനും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, നമ്മുടെ AC ആൾട്ടർനേറ്റിംഗ് കറന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അടുത്ത ദിവസം നാളെ നമ്മൾ ഏത് കംപ്ലീറ്റ് ആക്കും, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ്, ന്യൂക്ലിയൈ, ഈ 3 ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ആക്കും. പിന്നെ നമുക്ക് ഒരു ഡേയും കൂടി ഏതാണ്, ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ EM വേവ്സും. ഇപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. EM വേവ്സും ഇലക്ട്രോണിക്സിന്റെ അന്ന് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാണ്ട്, അതും കൂടെ നമ്മൾ അതിന്റെ കൂടെ ചെയ്യും. ഓക്കെ, സോ മക്കളെ നന്നായി പ്രിപ്പയർ ചെയ്യും. 1 മിനിറ്റ് സമയം പോലും വേസ്റ്റ് ആക്കണ്ട. ക്രൂഷ്യൽ ടൈമാണ്. അടിപൊളിയായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ മതി നീറ്റിന്. ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, 100% ഷുവർ. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.